إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ ഇന്നിവിടെ വായിക്കാൻ ആരംഭിക്കുന്ന പുസ്തകം ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്ന അഖീദയിലുള്ള വളരെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. നേരത്തെ കഴിഞ്ഞ ക്ലാസുകളിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ അൽ ഉസൂൽ സലാസ, അതിനുശേഷം കശ്ഫു ശുബ്ഹാത്ത്, കഴിഞ്ഞ ക്ലാസ്സിൽ കൂടുതൽ വിശദീകരണമില്ലാതെ അൽ ഖവായിദുൽ അർബ, അങ്ങനെ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ 3 ഗ്രന്ഥങ്ങൾ നമ്മൾ വായിച്ചു. ഇത് 4ാമത്തെ പുസ്തകമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ അൽ അഖീദത്തുൽ വാസിത്തിയ്യ. ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ ഒരു വിവരണം. അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് അത് പറയാനുണ്ടാവും. വിശദമായ പഠനം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല. എന്നാലും ചെറിയ ഒരു നിലക്കുള്ള വിവരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു തൈമിയ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അബ്ദുൽ ഹലീം ഇബ്നു അബ്ദുസ്സലാം ഇബ്നു അബ്ദുള്ള ഇബ്നു അബുൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു തൈമിയ അൽ ഹറാനി അൽ ഹംബലി അദ്ദിമഷ്കി, ഇതാണ് അദ്ദേഹത്തിന്റെ പിതാവും പിതാമഹന്മാരും ചേർന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പേരായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇബ്നു തൈമിയ എന്നാണ് അറിയപ്പെടുന്നത്. തഖിയുദ്ദീൻ അഹ്മദ് അബുൽ അബ്ബാസ്, അതാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോ അബ്ദുൽ ഹലീം, അബ്ദുസ്സലാം, അബ്ദുള്ള, അബുൽ ഖാസിം, മുഹമ്മദ് ഇബ്നു തൈമിയ, അദ്ദേഹത്തിന്റെ 6ാമത്തെ പിതാമഹനാണ്. അത് എന്താണ് അങ്ങനെ പേര് വരാൻ കാരണം, ഉമ്മയിലേക്ക് ചേർത്തുകൊണ്ടാണോ അല്ലേ എന്നുള്ളൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ വിഷയത്തിൽ കാണാം ഇബ്നു തൈമിയ എന്നുള്ളത്. പിന്നെ അദ്ദേഹം തുർക്കിയിലെ ഹറാൻ എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചത്. അതുകൊണ്ടാണ് അൽ ഹറാനി എന്നും അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ പറയാറുള്ളത്. അതേപോലെ ദിമഷ്കി എന്നും കാണാം. അതായത് ഹറാനിൽ ജനിച്ചു, പിന്നെ അദ്ദേഹം ദിമഷ്കിലേക്ക് കുടുംബസമേതം മാറി താമസിച്ചു. അങ്ങനെ ദിമഷ്കിൽ താമസിച്ചതുകൊണ്ട് ദിമഷ്കി, ഡമസ്കസുകാരൻ എന്ന പേരിലും ആ സ്ഥലത്തിലേക്ക് ചേർത്തി പറയപ്പെടുന്നു. അപ്പൊ ജനിച്ചത് ഹറാൻ എന്ന് പറയുന്ന തുർക്കിയിലെ പ്രദേശത്താണ്. പിന്നീട് അവിടെ താർത്താരികളുടെ ആക്രമണം ഉണ്ടായപ്പോൾ കുടുംബസമേതം അദ്ദേഹം എന്ത് ചെയ്തു? കുടുംബത്തോടൊപ്പമാണ്
ദിമഷ്കിലേക്ക് പോയി അവിടെ താമസമാക്കിയത്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഗുരു സ്വന്തം പിതാവ് തന്നെയാണ്, അബ്ദുൽ ഹലീം. പിന്നീട് ദിമഷ്കിലുണ്ടായിരുന്ന ഡമാസ്കസിലുള്ള മറ്റ് ഷെയ്ഖുമാരിൽ നിന്ന് അദ്ദേഹം പഠിച്ചു. വളരെ ചെറുപ്പത്തിൽ അദ്ദേഹം പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത്ഭുതകരമായ ബുദ്ധിശക്തിയും അതുപോലെ തന്നെ ഓർമ്മശക്തിയും പെട്ടെന്ന് ഹിഫ്ളാക്കാനുള്ള കഴിവും എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇത് അദ്ദേഹത്തിന്റെ അധ്യാപകരെ പോലും അത്ഭുതപ്പെടുത്തി. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഫൽസഫയുടെ, തത്വചിന്തയുടെ ആളുകളെയും അതുപോലെ തന്നെ തത്വചിന്തയിൽ നിന്ന് വളർന്നു വന്ന ഇസ്ലാമിക ലോകത്ത് ഒരുപാട് അപകടകരമായ വാദങ്ങൾ ഉന്നയിച്ച ഇൽമുൽ കലാമിന്റെ, അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ വചനശാസ്ത്രം എന്ന് പറയും, ആ ഇൽമുൽ കലാമിന്റെ ആളുകളെയുമെല്ലാം അദ്ദേഹം നിരൂപണം നടത്തുകയും അതുപോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള സൂഫി ബിദഈ ചിന്താഗതിക്കാർ, അതായത് സർവ പിഴച്ച കക്ഷികളെയും അദ്ദേഹം പഠനവിധേയമാക്കുകയും അവരെ ഖണ്ഡിച്ചുകൊണ്ട് അവർക്കുള്ള നിരവധി ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഒരുപാട് ഗ്രന്ഥങ്ങൾ ചില ചരിത്രകാരന്മാർ വിശേഷിപ്പതും ഏകദേശം 300ഓളം വാള്യങ്ങളിലായി പ്രസിദ്ധീകരിക്കാൻ മാത്രമുള്ള ചെറുതും വലുതുമായ ഒട്ടേറെ ഗ്രന്ഥങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. അതുപോലെ എല്ലാ സർവ പിഴച്ചവാദങ്ങളും നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അതിനെയെല്ലാം എതിർത്ത് ശരിയായ ഖുർആനിന്റെയും സുന്നത്തിന്റെയും പാതയിലേക്ക് ജനങ്ങളെ അദ്ദേഹം ക്ഷണിച്ചു എന്നതുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ ഏറ്റവും അറിയപ്പെട്ട സലഫുകളുടെ മാർഗം അല്ലെങ്കിൽ സുന്നത്തിന്റെ മാർഗം സ്വീകരിച്ച പണ്ഡിതൻ എന്നുള്ളവർക്കാണ് ഷെയ്ഖുൽ ഇസ്ലാം, ആ കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ഷെയ്ഖ് എന്ന സ്ഥാനപ്പേര് അദ്ദേഹത്തിന് ലഭിച്ചത്. അപ്പൊ മദ്ഹബി പക്ഷപാതിത്വവും അതുപോലെ തന്നെ ആളുകളെ തഖ്ലീദ് അല്ലെങ്കിൽ മദ്ഹബിനെ തഖ്ലീദ് ചെയ്യുക എന്നിങ്ങനെയുള്ള ചിന്താഗതികളെ അദ്ദേഹം വിമർശിച്ച് ഇസ്ലാമിന്റെ ശരിയായ പ്രമാണമായ ഖുർആനിലേക്കും ഹദീസിലേക്കും പോകണം, അപ്പോഴേ ശരിയായ വിശ്വാസത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തി. അതുപോലെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തത്വചിന്ത, അതുപോലെ തന്നെ ഇൽമുൽ കലാം, ഇത്തരം ചിന്താഗതികളിലുള്ള പ്രമാണത്തേക്കാൾ ബുദ്ധിക്ക് സ്ഥാനം നൽകുക എന്ന വാദഗതികളെയും അദ്ദേഹം ഗണ്ണിക്കുകയും അതിനെ തിരുത്തുകയും ഏറ്റവും ശരിയായ മനുഷ്യന്റെ നൈസർഗികമായ അല്ലെങ്കിൽ അവന്റെ പ്രകൃതിക്ക് അനുയോജ്യമായ ശൈലി എന്ന് പറയുന്നത് അത് ഖുർആനിന്റെ ശൈലിയാണ്. അതായത് ബുദ്ധിയേക്കാൾ പ്രമാണത്തിന് സ്ഥാനം നൽകുക, മറിച്ച് ബുദ്ധിക്കല്ല ഒന്നാം സ്ഥാനം, പിന്നെന്താണ്, പ്രമാണത്തിനാണ്. അങ്ങനെ പ്രമാണങ്ങളിലേക്ക് തിരിച്ചു പോകണം, ബുദ്ധിപരമായ അഭിപ്രായങ്ങൾ അതിന്റെ താഴെയാണ് നിൽക്കേണ്ടത് എന്ന ഇസ്ലാമിന്റെ ശരിയായ കാഴ്ചപ്പാടും സത്യം മനസ്സിലാക്കാനുള്ള ശരിയായ വഴിയും അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ഈ വിഷയത്തിൽ തന്നെ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ അഖീദ, അതുപോലെ തന്നെ തഫ്സീറുകൾ, മറ്റു ഉസൂലുകൾ, ഇങ്ങനെ എല്ലാ വിഷയങ്ങളിലും എല്ലാ ഫന്നുകളിലും അദ്ദേഹത്തിന് നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. ഇന്നും ലോകത്ത് ശരിയായ സലഫി ചിന്തയുടെ അടിസ്ഥാനം പരിശോധിച്ചാൽ, അല്ലെങ്കിൽ ഒരു പരിഷ്കരണം ആ പിഴച്ച വാദഗതികളിൽ നിന്ന് പരിഷ്കരണത്തിലേക്ക്, അതായത് ശരിയായ സുന്നത്തിന്റെ മാർഗത്തിലേക്ക്, സലഫുകളുടെ മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ അതിന്റെ ഇമാമായി നിലനിന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയാണ് എന്നുള്ളത് എതിരാളികൾ പോലും അംഗീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം കാഫറാണെന്നും അതുപോലെ തന്നെ അദ്ദേഹം പിഴച്ച ആളാണെന്നും ഈ വഹാബികളുടെ അല്ലെങ്കിൽ അത്തരം ആളുകളുടെ നേതാവ് ഇയാളാണ് എന്നുമൊക്കെ നമ്മുടെ നാട്ടിൽ പോലും സാധാരണ ആളുകൾ
വിമർശിക്കാറുള്ളത്. പിന്നീട് അദ്ദേഹം ഈ ദമസ്കസിൽ നിന്ന് ജയിലിൽ അടക്കപ്പെടുകയും വീണ്ടും ദിമസ്കിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവിടെ താർത്താലികരുടെ ആക്രമണത്തിനെതിരിൽ ജിഹാദ് നടത്തുകയും തലാഖിന്റെ വിഷയത്തിൽ, അതായത് തലാഖ് മറ്റേ മുത്തലാഖ് ഉണ്ടല്ലോ, മൂന്നും ചൊല്ലി വരണേ, അത് ശരിക്കും ഖുർആൻ ഹദീസിനെതിരാണ്. അപ്പോ അതിൽ ശരിയായ ഖുർആന്റെയും ഹദീസിന്റെയും നിലപാട് അദ്ദേഹം വിശദീകരിച്ച് എന്നതിന്റെ പേരിൽ ഭരണാധികാരി വീണ്ടും അദ്ദേഹത്തെ ജയിലടക്കുകയും അങ്ങനെ ജയിലിൽ താമസിക്കുന്ന കാലത്ത് മരണപ്പെടുകയും ചെയ്തു. ഇതാണ് അയാളുടെ ചരിത്രത്തിന്റെ വളരെ ഏറ്റവും ചുരുങ്ങിയ, ഒന്നുമില്ല, പേരും ചെറിയൊരു വിവരണവും പറഞ്ഞു മാത്രമേ ഉള്ളൂ. വിശദമായ പഠനത്തിലേക്ക് പോകുന്നില്ല. എന്ന് മലയാളത്തിലും ഒക്കെ അദ്ദേഹത്തിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ കിട്ടും. വിശദമായ പഠനം സ്വയം നടത്തുക. അപ്പൊ ഇത് ഒരൊറ്റ ഉദാഹരണം. നമ്മുടെ നാട്ടിൽ സാധാരണ ഇവിടുത്തെ വിദേഹത്തിന്റെ ആളുകളുടെ പ്രസംഗത്തിൽ ഏറ്റവും അധികം ഒരു പേരെടുത്ത് വിമർശിക്കുന്നത് രണ്ടാളുകളെ, ഒന്ന് ഇബ്നു തൈമിയ, മറ്റൊന്ന് മുഹമ്മദ് അബ്ദുൽ വഹാബ്. അതിനുള്ള കാരണം എന്താ? ശരിയായ ദീൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ എതിരാളികൾക്ക് എന്തുണ്ടാവും? സ്വാഭാവികമായും ശത്രുത ഉണ്ടാവും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമ്മളൊക്കെ ഇപ്പൊ ഒരു പുസ്തകം രചിക്കാൻ പോലും കഴിയാത്ത ആളുകളാണ് നമ്മളൊക്കെ. പോകട്ടെ, ഒരു പുസ്തകം ആദ്യം തൊട്ട് അവസാനം വരെ വായിച്ചു തീർക്കാൻ, ഒരു ഹദീസിന്റെ പുസ്തകം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ആദ്യം മുതൽ അവസാനം വരെ ഒരു വലിയൊരു ഗ്രന്ഥം അല്ലെങ്കിൽ ഒരു വിഷയത്തിലുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു തീർക്കുക എന്നതുപോലും നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണ്. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അദ്ദേഹം തൊടാത്ത ഫന്നുകളില്ല. എല്ലാ വിഷയത്തിലും അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചു. അപ്പെന്താ, ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളിലും അദ്ദേഹത്തിന് ആഴമേറിയ അറിവുണ്ടായിരുന്നു എന്ന് കാണാൻ പറ്റും. അപ്പൊ അദ്ദേഹത്തിന്റെ ഫത്താവകൾ അയാളുടെ ആളുകൾ ചോദിച്ച അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ പ്രശ്നങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുള്ള മതവിധികൾ, ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള ഫത്വകൾ, ഈ ഫത്വകൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. 32 വാള്യങ്ങൾ. ആ ഒരൊറ്റ ഫത്വ മാത്രം നമ്മളൊരു ആയുസ് മുഴുവൻ ചെലവാക്കിയാൽ വായിച്ചു തീർക്കാൻ നമ്മൾ പണിയിക്കും. അത്രയും വലിയ ഒരു അലമാരയിലേക്ക് വെക്കാൻ മാത്രം, ലൈബ്രറി ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരൊറ്റ പുസ്തകം അദ്ദേഹത്തിന്റെ ഫത്താവ തന്നെ ഉണ്ട്. അഖീദയുടെ വിഷയത്തിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള പല ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥമാണ് ഇത് അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്നത്. അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയാൻ കാരണം ഇസ്ലാം എന്താണ്? വസത്താൻ. ചില ആളുകൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മതത്തിന്റെ വിഷയത്തിൽ എന്ത് ചെയ്തു? അതിര് കവിഞ്ഞുപോയി. അള്ളാഹുവും പ്രവാചകന്മാരും പഠിപ്പിച്ചതിൽ നിന്ന് പരിധി വിട്ടുപോയി കുറെ ആളുകൾ. വേറെ കുറെ ആളുകൾ എന്ത് ചെയ്തു? അതിൽ വീഴ്ച വരുത്തി. ഇത് രണ്ടിനും ഇടക്കാണെന്ത്? ശരിയായ നിലപാട്. ഇപ്പം ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും പരിശോധിച്ചാലും അങ്ങനെ തന്നെ. അവരെന്താണ്? ഒരു കൂട്ടർ പരിധി വിട്ടു, മറ്റേ കൂട്ടർ എന്ത് ചെയ്തു? അള്ളാഹു പഠിപ്പിച്ചതിൽ വീഴ്ച വരുത്തി. ഇത് രണ്ടിനും ഇടക്ക് ഇസ്ലാം നിലകൊള്ളുന്നു എന്നതുകൊണ്ടാണ് ഇസ്ലാം വസത്താണ്, മധ്യമ നിലപാട് സ്വീകരിച്ച മതമാണ് ഇസ്ലാം എന്ന് ഇസ്ലാമിനെ കുറിച്ച് പറയാനുള്ളത്. അതുപോലെ അഖീദന്റെ വിഷയം പരിശോധിച്ചാലും അഖീദയിൽ കുറെ ആളുകൾ പരിധി വിട്ട് എന്ത് ചെയ്തു? അള്ളാഹുവും റസൂലും പഠിപ്പിച്ചതിനപ്പുറത്തേക്ക് പോയി. വേറെ കുറെ ആളുകൾ ബുദ്ധിക്കൊപ്പിച്ച് വ്യാഖ്യാനിച്ച് മതത്തിലുള്ള പലതിനെയും എന്ത് ചെയ്തു? ഇല്ലാതാക്കി. അപ്പൊ ഒരു നിലക്ക് തഫ്രീത്ത്, അതിര് കവിയലും, വേറെ നിലക്ക് ഇഫ്രാത്തും, വീഴ്ച വരുത്തലും. അപ്പൊ ഇത് രണ്ടിനും ഇടക്ക് അതിര് കവിയൊന്നുമില്ല, ഉള്ളതില്ലാതാക്കുന്നില്ല. മറിച്ച് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ പഠിപ്പിച്ചതുപോലെ കൃത്യമായ മധ്യമ പാതയിലൂടെ പഠിപ്പിക്കുക. അതിനുവേണ്ടി അദ്ദേഹം രചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. അതുകൊണ്ടാണ് അൽ അഖീദത്തുൽ വാസിത്തിയ്യ എന്ന് പറയുന്നത്. ഇനി ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യം പരിശോധിച്ചാൽ നമുക്കറിയാം, ഒരു മുസ്ലിം വിശ്വസിക്കേണ്ടുന്ന, മനസ്സിലാക്കേണ്ടുന്ന ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട 6 കാര്യങ്ങളെ സംബന്ധിച്ചും
ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകുന്ന രീതിയിൽ ശരിയായ വിശ്വാസകാര്യങ്ങൾ പ്രതിപാദിച്ചു എന്നതാണ് ഈ ഗ്രന്ഥത്തിന്റെ സവിശേഷത. അതോടൊപ്പം ആ കാലഘട്ടത്തിൽ വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഏതെല്ലാം ആളുകൾ എന്തെല്ലാം പിഴച്ച ചിന്താഗതികൾ പുലർത്തിയിട്ടുണ്ടോ അതൊക്കെ അതിനെല്ലാം മറുപടിയും ഈ ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇനി ഈ ഗ്രന്ഥത്തിന് ഒരുപാട് ശർഹ് വിശദീകരണ ഗ്രന്ഥങ്ങൾ പല പണ്ഡിതന്മാരും എഴുതിയതായി നമുക്ക് കാണാം. അപ്പൊ അങ്ങനെ ഞാൻ കണ്ട പുസ്തകങ്ങളുണ്ട്, കാണാത്ത പുസ്തകങ്ങൾ രണ്ട് ഗ്രന്ഥങ്ങളുടെ കയ്യിലുണ്ട്. ഒന്ന് നാസിർ സഅദിയുടെ പിന്നെ അത്തംബീഹാത്തുൽ ലത്തീഫ ഫീ മഹ്തവത് അലൈഹി അൽ അഖീദത്തുൽ വാസിതിയ്യ മിനൽ മബാഹിസ് അൽ മുനീഫ എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദിയുടെ ഒരു ഗ്രന്ഥമാണ്. അതുപോലെ ഷെയ്ഖ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹത്തിന്റെ ഷർഹുൽ അഖീദത്തുൽ വാസിതിയ്യ എന്ന് പറയുന്ന ഗ്രന്ഥം, ഇതുപോലെ സാലിഹ് ആൽ ഷെയ്ഖിന്റെ ഇന്ന് ജീവിച്ചിരിപ്പുള്ള സൗദി അറേബ്യയിലെ പണ്ഡിതനാണ്, മന്ത്രിയാണ് സാലിഹ് ആൽ ഷെയ്ഖ്. അദ്ദേഹത്തിന് ഇതിന് അൽ ആലി അൽ ബഹിയ്യ എന്ന പേരിൽ ഗ്രന്ഥം രചിച്ചത് കാണാം. ഇങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്, വിശദീകരണം എഴുതിയിട്ടുണ്ട്. ഇതിൽ സാലിഹ് ആൽ ഷെയ്ഖും അതുപോലെ തന്നെ സാലിഹ് അൽ ഫൗസാനും ഒക്കെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു ഷർഹാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ നാസിർ അർ റഷീദ് എന്ന് പറയുന്ന ഷെയ്ഖിന്റെ അത്തംബീഹാത്തു സനിയ്യ അലൽ അഖീദത്തുൽ വാസിതിയ്യ എന്ന് പറയുന്ന ഷർഹ്. ഈ രണ്ടാളുകളും അതിനെ പുകഴ്ത്തി പറഞ്ഞത് കാണാം. ഈ അത്തംബീഹാത്തു സനിയ്യ എന്ന് പറയുന്ന ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ നാസിർ റഷീദിന്റെ വിശദീകരണം. അപ്പൊ അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഗ്രന്ഥത്തിന് എഴുതിയിട്ടുണ്ട്. വിശദീകരണം എഴുതി എന്നതിൽ നിന്ന് തന്നെ എന്ത് മനസ്സിലാക്കാം, ഈ ഗ്രന്ഥത്തിന്റെ പ്രാധാന്യവും അത് പഠിക്കേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്തരം ഗ്രന്ഥങ്ങളൊന്നും വായിക്കാറില്ല, പഠിക്കാറില്ല. അത് വായിക്കുന്ന ആളുകളെ പരിഹസിക്കാനാണ് ആളുകൾ മുതിരാറുള്ളത്. എന്നാൽ ശരിയായ വിശ്വാസം മനസ്സിലാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ, പണ്ഡിതന്മാർ അവരുടെ സ്ഥാപനങ്ങളിൽ, അതുപോലെ തന്നെ പള്ളികളിൽ, മറ്റ് ഏതെല്ലാം പഠനവേദികളുണ്ടോ അവിടെയൊക്കെ ഈ ഗ്രന്ഥം പഠിപ്പിക്കപ്പെടുന്നു. പാഠശാലകളിലും അല്ലാത്ത ദർസുകളിലും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഇതിനെ ശരിയായ രീതി അല്ലെങ്കിൽ വിശ്വാസം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ നൽകിയ അംഗീകാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ എന്തിനാണ് ഈ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കുന്നത്? എന്തിനാ നമ്മൾ ഈമാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 6 എണ്ണി പറയാൻ പഠിക്കുന്നു. ശരിയാണ്, 6 കാര്യങ്ങൾ. ഈ 6 കാര്യങ്ങൾ നമ്മൾ എണ്ണി പറയുന്നു എന്നത് ചോദിച്ചാൽ അതിനപ്പുറത്തേക്ക് എന്താണ് ശരിയായ വിശ്വാസം എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. നമ്മൾ അതിനോട്ട് പ്രാധാന്യം കൊടുക്കാറില്ല. ഇപ്പൊ ഈ പുസ്തകം ഒരു ദായിമാരുടെ ഒരു യോഗത്തിൽ, ഈ അവസാനത്തെ പ്രശ്നം ഉണ്ടാകുന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഞാൻ പങ്കെടുത്ത ഒരു മീറ്റിംഗിൽ പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിച്ച കൂട്ടത്തിൽ ഈ ഗ്രന്ഥം വായിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്നെ ചുമതലപ്പെടുത്തി. അപ്പൊ അതിനൊന്നും സമയം ഉണ്ടായില്ല. അവിടെ വേറെ പല ചട്ടവട്ടങ്ങളും ആയതുകൊണ്ട് ഇതിന്റെ കുറഞ്ഞ ഭാഗങ്ങൾ വായിച്ചു. അപ്പൊ ഇത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം നടന്ന ചർച്ചയിൽ വളരെ ഇന്ന് ഒരു തലപ്പത്തിരിക്കുന്ന ഏറ്റവും മേലുള്ള 2 പേരിൽ ഒരാൾ, അദ്ദേഹം പറഞ്ഞത്, ഇപ്പൊ ഈ ക്ലാസ് കേട്ടാല് ഇനിയിപ്പോ നിങ്ങൾ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഈ അഖീദ കുത്തുബയിലും ക്ലാസ്സിലും ഒന്നും പറയാൻ നിൽക്കണ്ട. ഇവിടെ വിശ്വാസത്തിനൊന്നും ആർക്കും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. വിശ്വാസ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും ജാഹിദ് പണ്ഡിതന്മാർ പണ്ടേ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിനൊരു അമിതമായ പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ എല്ലാ സ്ഥലത്തൊന്നും പറയാൻ പോകണ്ട എന്ന് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് ആ യോഗത്തിൽ ഇന്ന് അതിന്റെ ഏറ്റവും തലപ്പത്തുള്ള 2 പേരിൽ ഒരാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത്. അപ്പൊ നമ്മൾ എത്രത്തോളം ഇതിന് പ്രാധാന്യം കൊടുക്കുന്നു, ലോകത്തുള്ള ആളുകൾ ഇതിന് എത്രത്തോളം വില കൽപ്പിച്ചിട്ടുണ്ട്
എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കാം. ബാക്കി പുസ്തകം നമുക്ക് ഇൻഷാ അല്ലാഹ് നമസ്കാരം കഴിഞ്ഞിട്ട് തുടങ്ങാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وسلم تسليما مزيدا. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ അവനോട് സഹായം തേടിക്കൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഇത് നമ്മൾ ഉസൂൽ സലാസ വായിച്ചപ്പോൾ വിശദീകരിച്ച സംഗതിയാണ്. ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങുക എന്നുള്ളത് പ്രത്യേകിച്ച് ഗ്രന്ഥങ്ങൾ, എഴുത്തുകൾ, കത്തുകൾ, കരാറുകൾ, ഇതുപോലുള്ള സംഗതികളിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായി പ്രയോഗിക്കാറുണ്ട്. ഇതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അയച്ച കത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കാണാം. എന്നിട്ടാണ് സുലൈമാനിൽ നിന്ന് എന്ന് പറയുന്നത്. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയച്ച കത്തുകൾ, അതുപോലെ ഹുദൈബിയ സന്ധിയുടെ ആ കരാറിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയത്, പിന്നെ റഹ്മാൻ റഹീം ഖുറൈശികൾ എതിർത്തുകൊണ്ട് വെട്ടി എന്നുള്ളത് വേറെ വിഷയം. അപ്പൊ ഇത് ഖുർആനും ഹദീസിൽ നിന്നും മനസ്സിലാക്കുന്നത് കത്ത് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ, എഴുത്തുകൾ, ഇതുപോലുള്ള സംഗതികളൊക്കെ എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തുടങ്ങുക, അല്ലെങ്കിൽ എന്ന് എഴുതിക്കൊണ്ട് തുടങ്ങുക. അപ്പൊ അത് ഖുർആനിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഹുദൈബിയ സന്ധി, അതുപോലെ തന്നെ നബി അയച്ച കത്തുകൾ, ഇതൊക്കെ പരിശോധിക്കുമ്പോൾ ഹദീസുകളിൽ നിന്നും അത് മനസ്സിലാക്കാം. അപ്പൊ ഖുർആനിന്റെയും ഹദീസിന്റെയും മാർഗം സ്വീകരിച്ചുകൊണ്ട് അത് പിൻപറ്റിക്കൊണ്ടാണ് ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രന്ഥം തുടങ്ങുന്നത്. ബിസ്മില്ല, ബി എന്ന് പറഞ്ഞാൽ കൊണ്ട് അല്ലെങ്കിൽ ഇൽ എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഇസ്മ് നാമം. ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ നാമത്തിൽ, അല്ലെങ്കിൽ നാമം കൊണ്ട്. അവിടെ പല പണ്ഡിതന്മാരും വിശേഷിച്ചിട്ടുള്ളത് ബി എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്തിആന, എന്തിനാണ്? സഹായം തേടാൻ വേണ്ടിയാണ് അവിടെ ബി ഉപയോഗിച്ചതിനാൽ അള്ളാഹുവിന്റെ നാമം കൊണ്ട് സഹായം തേടിക്കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സഹായം തേടിക്കൊണ്ട്. അപ്പൊ ഇസ്തിആനത്തിന് വേണ്ടിയാണ് അവിടെ എന്ത് ബി ഉപയോഗിച്ചത്. പിന്നെ ഇസ്മു എന്നാൽ ഒരു പേര് ഒരു വസ്തുവിനെ സൂചിപ്പിക്കുന്ന പദം, അതിനാണ് എന്ത് പറയാ? വസ്തു എന്ന അല്ലെങ്കിൽ ആളോ സ്ഥലമോ അതുപോലുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കുന്നതിനാണ് ഇസ്മ് എന്ന് പറയുന്നത്. മനുഷ്യന്മാർക്ക് പേരിടാറുണ്ട്, സ്ഥലങ്ങൾക്ക് പേരുണ്ടാകാറുണ്ട്, വസ്തുക്കൾക്ക് പേരിടാറുണ്ട്. അപ്പൊ തന്നെ ആ പേര് ആ വസ്തുവിനെ എന്താണോ പേര് വെക്കപ്പെട്ടത് അതിനെ സൂചിപ്പിക്കുന്ന പദം, അതാണ് ഇസ്മ. ഗ്രാമറിൽ ഇസ്മ ഫീല് ഹർഫ് എന്ന് പറയാറുണ്ട്. അവിടെ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? കാലവുമായി
ബന്ധമില്ലാത്തത് എന്നാണ്. ഒരു ആശയത്തെ സൂചിപ്പിക്കുന്നു, അതിന് ഏതെങ്കിലും ഒരു കാലവുമായി, കഴിഞ്ഞ കാലവുമായോ അല്ലെങ്കിൽ വർത്തമാനകാലവുമായോ ഭാവി കാലവുമായോ ബന്ധമല്ല. കാലവുമായി ബന്ധമുണ്ടെങ്കിൽ അത് ഇസ്മല്ല, ഫീലായി മാറും. അപ്പൊ ഇവിടെ ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഇസ്മാണ്. അള്ളാഹുവിന് ഒരുപാട് നാമങ്ങളുണ്ട്, 99 മാത്രം പരിമിതമല്ല. 99 എണ്ണത്തെ കുറിച്ച് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അപ്പൊ ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, നാമം കൊണ്ട്. പിന്നെ അവിടെ അള്ളാഹു എന്നുള്ളതാണ് മൂന്നാമത്തെ പദം. അള്ളാഹു എന്ന് പറഞ്ഞാൽ അലഹ യഅ്ലഹു, ഉലൂഹത്ത് എന്ന് പറഞ്ഞാൽ ആരാധിച്ചു എന്നാണ് അർത്ഥം. അലഹ യഅ്ലഹു, ആരാധിക്കുക. ഇലാഹ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നേരത്തെ വായിച്ചതാ, ആരാധിക്കപ്പെടുന്നവൻ. അപ്പോ അൽ ഇലാഹ്, യഥാർത്ഥ ആരാധ്യൻ, അതാണ് എന്ത്? അള്ളാഹ്. അപ്പൊ അലഹ യഅ്ലഹു എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? അൽ ഇലാഹ്, അതാണ് അള്ളാഹു എന്നായത്. പല അഭിപ്രായങ്ങളുണ്ട്. അതിൽ പ്രസിദ്ധമായ ഒരു അഭിപ്രായമാണ് ഇത്. അപ്പൊ അള്ളാഹുവിന്റെ നാമങ്ങളിൽ ഏറ്റവും അധികം ഖുർആനിൽ ഉപയോഗിച്ചത്, അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ ഉപയോഗിച്ച വാക്കെന്ത? അള്ളാഹു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അള്ളാഹുവിനെ പരിചയപ്പെടുത്താൻ അള്ളാഹു എന്ന പദമോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ള നാമങ്ങളോ ഉപയോഗിക്കലാണ് ഏറ്റവും ഉത്തമം. മറ്റ് അള്ളാഹു പറയാത്ത പേരുകൾ അള്ളാഹിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്നതിനേക്കാൾ. അവിടെ എന്താ? ബിസ്മില്ലാഹി, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ഇനി അർ റഹ്മാൻ റഹീം, റഹിമ യർഹമു എന്ന് പറഞ്ഞാൽ കരുണ കാണിക്കുക, കരുണ ചെയ്യുക. റഹ്മത്ത്, കാരുണ്യം. അർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പരമകാരുണികനും കരുണാനിധിയുമായ എന്ന് പറയും. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ധാരാളം ഫാത്തിഹ ഒക്കെ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും കരുണ ചെയ്യുന്നവൻ, റഹ്മത്ത് ചെയ്യുന്നവൻ. അത് വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ ജീവനുള്ളതെന്നോ ഇല്ലാത്തതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ വസ്തുക്കൾക്കും, അള്ളാഹു പടച്ച എല്ലാ പടപ്പുകളോടും എന്ത് ചെയ്യുന്നു? എല്ലാ സൃഷ്ടികളോടും കരുണ കാണിക്കുന്നവൻ. അപ്പൊ റഹ്മാൻ എന്ന് പറഞ്ഞാൽ അതാണ് ദുർ റഹ്മത്തിൽ വാസിയ അല്ലെങ്കിൽ അൽ ആമ്മ, എല്ലാറ്റിനോടും കരുണ കാണിക്കുന്നവൻ. ഇവിടെ കാഫിറിന് കിട്ടുന്നുണ്ട്, വിശ്വാസിക്ക് കിട്ടുന്നുണ്ട്. ചിലപ്പോൾ വിശ്വാസി കിട്ടുന്നതിനേക്കാൾ നല്ല സുഖം ആർക്ക് കിട്ടുന്നുണ്ടാവും? കാഫിറിന് കിട്ടുന്നുണ്ടാവും. ബുദ്ധിയുള്ളവൻ കിട്ടുന്നുണ്ട്, ബുദ്ധി ഇല്ലാത്തവൻ കിട്ടുന്നുണ്ട്. ബുദ്ധിയുള്ളവൻ പട്ടിണിയായി നടക്കുന്നുണ്ടാവും, ബുദ്ധി ഇല്ലാത്തവൻ ഭയങ്കര പൈസക്കാരനാണുണ്ടാവും. അപ്പൊ അങ്ങനെ വേർതിരിവില്ല. എല്ലാറ്റിനും റഹ്മത്ത് ചെയ്യുന്നവൻ, അതാണ് എന്ത്? റഹ്മാൻ. റഹീം എന്ന് പറഞ്ഞാൽ വിശ്വാസികളോട് പ്രത്യേകമായ കരുണ കാണിക്കുന്നവൻ. ആ കരുണ എവിടെയാണ്? പരലോകത്ത് അള്ളാഹു വിശ്വാസികൾക്ക് വേണ്ടി അതിനെ മാറ്റിവെച്ചിരിക്കുന്നു. വേറെ ഹദീസുകളിൽ കാണാം, 90 അള്ളാഹു റഹ്മത്തിനെ 100ആയി ഭാഗിച്ചിരിക്കുന്നു. ആ 100ൽ ഒരു അംശത്തെയാണ് എന്ത് ചെയ്തത്? ഭൂമിയിലേക്ക് ഇറക്കിയത്. ആ ഒരു ഭാഗമാണ് ഇവിടെ സൃഷ്ടികൾക്കെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത്. അതുപോലെ തന്നെ സൃഷ്ടികൾ പരസ്പരം കാണിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മത്ത്. പിന്നെ പക്ഷികളാകട്ടെ, മൃഗങ്ങളാകട്ടെ, മനുഷ്യരാകട്ടെ തള്ള കുഞ്ഞുങ്ങളോട് കാണിക്കുന്നത്, അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നത്. ഇങ്ങനെ ഏതെല്ലാം റഹ്മത്ത് എന്ന് പറയാവുന്ന ലോകത്തുള്ള എന്തെല്ലാം ഉണ്ടോ അത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്, 100ൽ 1. അപ്പൊ ബാക്കി 99 അള്ളാഹു എന്ത് ചെയ്തിരിക്കുന്നു? പരലോകത്തേക്ക് സ്വർഗവാസികൾക്ക് വേണ്ടി, മുത്തഖികൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ്. അപ്പൊ നാലിശികൾ ഈ ലോകത്തിലെല്ലാം കൂട്ടിയ ഒന്ന്, അതിന്റെ 99 ഇരട്ടി അവിടെ ഉണ്ട്, അള്ളാഹ് എടുക്കലുണ്ട്. അത് സ്വർഗലോകത്ത് വിശ്വാസികൾക്ക് കിട്ടും. വകാന ബിൽ മുഅ്മിനീന റഹീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് റഹീമാണ്, കരുണയുള്ളവനാണ്. അപ്പൊ റഹ്മാൻ, ഇവിടെ റഹീം എന്നത് വിശ്വാസികളെ സംബന്ധിച്ച് പ്രത്യേകമായി ചേർത്ത് പറഞ്ഞു. അതാണ് റഹീം. റഹ്മാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും,
മറുപടി സാധാരണ പറയേണ്ടതാണ് വഴിപ്പെട്ടവരോടും വഴിപ്പെടാത്തവരോടും കരുണ കാണിക്കുന്നവൻ. അതാണെന്ത്? റഹ്മാൻ. വഴിപ്പെട്ടവരോട് പ്രത്യേകമായി കരുണ കാണിക്കുന്നവൻ. ആരാ വഴിപ്പെട്ടവര്? മുത്തഖികൾ. അതവിടെയാ? സ്വർഗലോകത്ത്. അതാണ് ആ ഹദീസ്. ഇതൊന്നും കൂടുതൽ വിശദീകരിക്കുന്നില്ല. അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. അതിനിവിടെ ബിസ്മി ഖത്തില് അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളിലൊക്കെ ബിസ്മി തുടങ്ങുക, അത് ഖുർആന്റെ ഹദീസിന്റെ ശൈലിയാണെന്ന് പറഞ്ഞു. അതാണ് ഇവിടെയും ഗ്രന്ഥകാരൻ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ചില ഗ്രന്ഥങ്ങളിൽ വേറെ ചില ഹദീസുകൾ കാണാം. എന്താണ്? നമ്മൾ സാധാരണ മനസ്സിലാക്കിയിട്ടുണ്ടാവും, എല്ലാ നല്ല കാര്യവും എന്ത് ചെയ്യുക? ബിസ്മി കൊണ്ട് തുടങ്ങുക. അല്ലെങ്കിൽ ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു സംഗതി അത് നല്ലതാവുകയില്ല. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ അല്ലെങ്കിൽ ഫീഹി ബിസ്മില്ല ഫഹുവ അഖ്തഅ അല്ലെങ്കിൽ ഫഹുവ അബ്തർ. അങ്ങനെയൊക്കെയുള്ള 2-3 രീതിയിൽ ഹദീസുകൾ വന്നത് കാണാം. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത ഒരു കാര്യം അതെന്താണ്? അഖ്തഅ അല്ലെങ്കിൽ അബ്തറാണ്. വേറെ ഒരു അഖ്തഅ അബ്തർ ഒരു പ്രയോഗം കൂടി ഉണ്ട്. അത് വാലറ്റതാണ് അല്ലെങ്കിൽ മുറിഞ്ഞുപോയതാണ് എന്ന് പറഞ്ഞാൽ അതിനെന്തുണ്ടാവില്ല? അതിൽ ഖൈറുണ്ടാവില്ല, ബറക്കത്തുണ്ടാവില്ല. ബിസ്മി കൊണ്ട് തുടങ്ങാത്തത്. ഇങ്ങനെ 3 രീതിയിലുള്ള ഹദീസുകൾ പല ഗ്രന്ഥങ്ങളിലും കാണാം. ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് പിന്നെ എല്ലാ നല്ല കാര്യവും എന്ത് ചെയ്യണം? ബിസ്മി ചൊല്ലി തുടങ്ങണം എന്ന് സാധാരണഗതിയിൽ ആളുകൾ പറയാറുള്ളത്. എന്നാൽ ബിസ്മി ചെല്ലേണ്ടുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായി പറയേണ്ടത് എപ്പോഴാണ്? ബിസ്മില്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ മതിയാവുന്നത് എപ്പോഴാണ്? ഇതൊക്കെ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ എല്ലാ സംഗതിയും ബിസ്മിയിൽ തുടങ്ങണം, അല്ലെങ്കിൽ ബിസ്മിയിൽ തുടങ്ങാത്തതൊന്നും ശരിയാവുകയില്ല എന്ന് പറയുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്നാണ് ഹദീസ് നിരൂപകന്മാർ ഷെയ്ഖ് അൽബാനിയെ പോലുള്ള ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ ബിസ്മി ഖുർആൻ പഠിപ്പിച്ചെടുത്ത് ഉണ്ട്, ഹദീസ് പഠിപ്പിച്ചെടുത്തുണ്ട്. അല്ലാതെ എല്ലാ നല്ല കാര്യം ബിസ്മിയിൽ തുടങ്ങാന്നുള്ളത് എന്തല്ല? ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ല. അങ്ങനെയാണ് ഇപ്പൊ എന്ത് ചെയ്യണം? നിസ്കാരം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം? നിസ്കാരം പറ്റും നല്ല കാര്യമല്ലേ? ഇപ്പൊ നിസ്കരിച്ചിട്ടുണ്ട് അല്ലാഹു അക്ബറിന് മുമ്പ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പഠിച്ചിട്ടില്ല. ബിസ്മി അല്ലാത്തതുകൊണ്ട് നിസ്കാരത്തിന് പ്രവേശന ശേഷം ബിസ്മിന്റെ ബാത്തി ഓതുമ്പോ ബിസ്മി അല്ലാത്തതുകൊണ്ട് നിസ്കാരം ശരിയല്ല വെക്കുമോ? ഇല്ല. അപ്പോ ഇവിടെ ബിസ്മി കൊടുത്തത് എന്തുകൊണ്ടാ? നേരത്തെ പറഞ്ഞ ഖുർആന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ അവിടെ എന്ത് വേണ്ട? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വേണ്ട. ഇതിനെന്ത് വേണ്ടാ മതി? ബിസ്മില്ലാ. വീട്ടിൽ കയറുമ്പോ ബിസ്മില്ലാ. വസ്ത്രം ധരിക്കുമ്പോ, വസ്ത്രം അഴിക്കുമ്പോ അവിടൊക്കെ എന്താ? ബിസ്മില്ല മതി. വാതിലടക്കുമ്പോ ബിസ്മില്ലാ. അപ്പൊ ദുക്റുസ്മല്ലാ, അള്ളാഹുവിന്റെ നാമം സ്മരിക്കുക എന്ന് പറഞ്ഞെടുത്ത് അവിടെ ബിസ്മില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ ഈ 10 ഗ്രന്ഥങ്ങൾ അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പൂർണ്ണമായി കാണാം. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്തും എന്താണ്? നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് മുഴുവനായിട്ടുണ്ട്. ബിസ്മിക്ക് ശേഷം അപ്പൊ റഹ്മാനും റഹീമുമായ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട് ആ വചനം പറഞ്ഞതിന് ശേഷം പിന്നെ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. സ്തുതിയിലേക്ക് പ്രവേശിക്കാൻ അൽഹംദു, ഹമിദ യഹ്മദു എന്ന് പറഞ്ഞാൽ സ്തുതിക്കുക. അൽഹംദു എന്ന് പറഞ്ഞാൽ അൽ എന്നുള്ളത് ലിൽ ഇസ്തിഗ്റാഖ്, എന്താണ്? എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ, എല്ലാ ഹംദും. അൽഹംദു നമ്മൾ സർവസ്തുതിയും എന്ന് പറയില്ലേ, ആ സർവം എന്നർത്ഥം കിട്ടുന്ന അവിടെ അല്ല് ഉള്ളത് കൊണ്ടാണ്. അൽഹംദു സർവസ്തുതിയും ലില്ലാഹി, ആർക്കാണ്? അള്ളാഹുവിനാണ്. അപ്പൊ സ്തുതി എന്ന് പറയുന്നത് എന്താണ്? അള്ളാഹ്ക്കുള്ള ഇബാദത്താണ്. ആ ഇബാദത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? അള്ളാഹുവിനാണ് സമർപ്പിക്കേണ്ടത്. ഇനി എന്തുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുന്നു? അള്ളാഹുവിന്റെ റുബൂബിയത്ത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ഉലൂഹിയത്ത് ആർക്കാണ്? അള്ളാഹുവിനാണ്. അതുപോലെ തന്നെ അസ്മാഉ സിഫാത്ത്, എല്ലാ തരത്തിലുള്ള പൂർണ്ണമായ നാമങ്ങളും വിശേഷണങ്ങളും എല്ലാ ന്യൂനതകളിൽ നിന്നുമുള്ള പരിശുദ്ധമായ
അല്ലെങ്കിൽ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥാനങ്ങളും പദവികളും ഇതെല്ലാറ്റിനും അർഹൻ അള്ളാഹുവാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം അവന്റെ സൃഷ്ടികളായ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു, നമുക്കത് ലഭിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള അർഹതയും സ്തുതി ലഭിക്കാൻ ആർക്കുണ്ട്? അള്ളാഹുവിനുണ്ട്. അതുകൊണ്ടാണ് എണ്ണിയാൽ കണക്കാക്കാൻ കഴിയാത്ത, ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് എല്ലാ സ്തുതിക്കും അർഹതപ്പെട്ടവൻ അള്ളാഹുവാണ്. അതിന്റെ അധികാരവും അർഹതയോടും കൂടി അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള സ്തുതിയുണ്ടോ അതൊക്കെ അള്ളാഹുവിന് സമർപ്പിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു. അപ്പൊ നമ്മൾ ആളുകളെ പ്രശംസിക്കാറുണ്ട്, പുകഴ്ത്തി പറയും, അല്ലെ? പുകഴ്ത്തി ഒരാളുടെ നല്ല ശബ്ദം, അല്ലെങ്കിൽ അയാളുടെ സൗന്ദര്യം, അല്ലെങ്കിൽ അയാളുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, അതിനെക്കുറിച്ച് നമ്മൾ അയാളെ പുകഴ്ത്തുക എന്ന് പറയും. അത് ഹംദല്ല. എന്താ കാരണം? അത് ഒരാളുടെ നിറമോ സൗന്ദര്യമോ അയാൾ ഉദ്ദേശിച്ച് നേടിയെടുത്ത ഒരു കാര്യമല്ല. പിന്നെ ആര് കൊടുത്തതാ? അള്ളാഹു കൊടുത്തതാണ്. അയാൾക്ക് ജന്മനാ കിട്ടിയതാണ്. അള്ളാഹു നൽകിയ ഒരു കാര്യമാണ്. ഒരു നല്ല നിറരാക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, അത് അള്ളാഹു കൊടുത്തതാണ്. അപ്പൊ അത്തരം ഒരു നല്ല ഒരാളിലുള്ള ഒരു നല്ല കാര്യത്തെ, ഒരു ഗുണത്തെ എന്ത് ചെയ്യുന്നു? നമ്മൾ പുകഴ്ത്തി പറയുന്നു. അതെന്താണ്? സനാ എന്നതിന് പറയാ, വാഴ്ത്തുക, പുകഴ്ത്തുക. പിന്നെ ശുക്ർ ചെയ്യും, അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്നു, ആളുകളോട് നമ്മൾ ശുക്ർ കാണിക്കുന്നു, അല്ലെ? രണ്ടും രണ്ടർത്ഥത്തിൽ. അതെന്താ? നമുക്ക് കിട്ടിയ ഒരു നല്ല കാര്യം അല്ലെങ്കിൽ ഒരു നല്ല വാക്ക്, അതിന് വാക്കിലൂടെയോ അല്ലെങ്കിൽ പ്രവർത്തനത്തിലൂടെയോ തിരിച്ച് നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുന്നു? നന്ദി കാണിക്കുന്നു. നല്ല വാക്ക് പറയുന്നു, അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ തിരിച്ചങ്ങോട്ട് ചെയ്യുന്നു. അതെന്താണ്? അത് ശുക്രാൻ. എന്നാൽ ഇവിടെ ഹംദ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഹംദിന്റെ ഉടമസ്ഥൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാകുന്നു. ഉദ്ദേശപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തെ പുകഴ്ത്തി പറയുക, അതിനെ വാഴ്ത്തുക, അതിനാണ് എന്ത് പറയുക? ഹംദ് എന്ന് പറയുന്നത്. ഇപ്പൊ അള്ളാഹു ലോകത്തുള്ള സർവ സൃഷ്ടികളുടെയും റബ്ബാൻ. എല്ലാ ആളുകളും അള്ളാഹുവിനെ ആശ്രയിക്കുന്നു. ലോകത്തുള്ള എന്തെല്ലാം നിയമത്തുകളുണ്ടോ അതൊക്കെ അള്ളാഹു നൽകിയതാണ്. ഇത് അള്ളാഹു വെറുതെ അങ്ങനെ വിചാരിക്കാതെ അള്ളാഹുവിന് ഉണ്ടായതാണോ? അല്ല. അള്ളാഹു ഉദ്ദേശപൂർവം ചെയ്ത, അള്ളാഹുവിന്റെ ഇറാദത്ത് കൊണ്ടും മശിയത്ത് കൊണ്ടും അള്ളാഹു ചെയ്തിട്ടുള്ള സംഗതികളാണ്. അതും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഉദ്ദേശത്തോടുകൂടി, ഇറാദത്തോടുകൂടി, മശിയത്തോടുകൂടി അള്ളാഹു ചെയ്ത കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യാണ്? പുകഴ്ത്തി പറയുന്നു. അതിന്റെ പേരിൽ അള്ളാഹുവിന് സ്തുതി അർപ്പിക്കുന്നു. അതാണെന്ത്? അതിനാണ് ഹംദ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് സാങ്കേതികമായ ആശയവും അതിന്റെ വ്യത്യാസങ്ങളുമൊക്കെ ഈ നിലക്ക് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഏതെല്ലാം നിലക്കുള്ള എന്തെല്ലാം സ്തുതികളുണ്ടോ അതൊക്കെ ആർക്കാണ്? അള്ളാഹുവിനാകുന്നു. എന്നാൽ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുകയാണ്. സൂറത്തുൽ ഫാത്തിഹ, അവിടെ എന്താണ്? ഖുർആനിലെ അഅ്ലമു സൂറ, അത് സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ തുടങ്ങുന്നത് ബിസ്മി കഴിഞ്ഞിട്ട് പിന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്തുകൊണ്ട് അവിടെ അള്ളാഹു സർവ്വലോക രക്ഷിതാവാണ്, റഹ്മാനാണ്, റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്, അതിന്റെ ശേഷം പിന്നെ വിശദീകരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്. അപ്പൊ സ്തുതി അർപ്പിക്കേണ്ടത്, ഹംദ് സമർപ്പിക്കേണ്ടത് ആർക്കാ? റബ്ബിനാണ്, മാലിക്കിനാണ്, റഹ്മാനാണ്, റഹീമിനാണ്. അത്തരം ഗുണങ്ങളുള്ളവനാണ്. മറ്റാർക്കും എന്ത് പറ്റില്ല? ഈ അർത്ഥത്തിലുള്ള ഹംദ് പാടില്ല. ഇനി ഇവിടെ അള്ളാഹുവിനെ സ്തുതിക്കാനുള്ള കാരണമെന്ത്? അല്ലദീ അർസല റസൂലഹു. ആരാണ് അള്ളാഹു? എന്തിനാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത്? അത് വിശദീകരിക്കാൻ. അല്ലദീ, എങ്ങനെയുള്ളവനാണ്? അർസല, അവൻ അയച്ചിരിക്കുന്നു. റസൂലഹു, അവന്റെ ദൂതനെ. അല്ലദീ അർസല റസൂലഹു, തന്റെ ദൂതനെ അയച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പോ അള്ളാഹുവിന്റെ നിയമത്തിന്, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് അവനോട് സ്തുതി പറയുകയാണ്. ആ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമത്ത് എന്താണ്? അള്ളാഹു റസൂലിനെ അയച്ചു എന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹുവിനാണ് സ്തുതി
എന്നിട്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നത് അല്ലദീ അർസല റസൂലഹു. അപ്പൊ റസൂലിനെ അള്ളാഹു അയച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർക്ക് എന്താക്കാൻ കഴിയില്ല, നേരായ വഴി കണ്ടെത്താൻ സാധ്യമല്ല. അത് അള്ളാഹുവിൽ നിന്ന് കിട്ടേണ്ടതാണ്. അത് ലഭിക്കാനാണ് അള്ളാഹു എന്ത് ചെയ്തത്, റസൂലിനെ അല്ലെങ്കിൽ മുർസലീങ്ങളെ അയച്ചിട്ടുള്ളത്. അല്ലദീ അർസല റസൂലഹു. അപ്പോ മനുഷ്യർക്ക് കിട്ടിയ ഏറ്റവും വലിയ നിഅമത്താണ് അള്ളാഹു പ്രവാചകനെ അയച്ചത്. ആ പ്രവാചകനെ അയച്ച അള്ളാഹുവിന് എന്ത് ചെയ്യുന്നു, സർവസ്തുതിയും അർപ്പിക്കുന്നു. ബിൽ ഹുദാ വ ദീനിൽ ഹഖി. റസൂലിനെ അള്ളാഹു അയച്ചത് ബിൽ ഹുദ, ഹുദ കൊണ്ട്, സന്മാർഗവും കൊണ്ട്, വ ദീനിൽ ഹഖി, ദീന് പ്രതിഫലം അല്ലെങ്കിൽ മതം, ഹക്ക് സത്യം, ദീനിൽ ഹഖി സത്യത്തിന്റെ മതം എന്നാൽ സത്യമതം, സത്യമതവുമായും മാർഗദർശനവുമായും തന്റെ റസൂലിനെ അയച്ചവനായ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനി ഹുദ എന്ന് പറഞ്ഞാൽ ഇവിടെ അതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് ബിൽ ഹുദ, അതായത് മാർഗദർശനം. മാർഗദർശനം കിട്ടലെങ്ങനെ, എന്തുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കണം അല്ലെങ്കിൽ അവനെ മാത്രം ആരാധിക്കണം, മറ്റുള്ളവയെ ആരാധിച്ചുകൂടാ, സ്വർഗം കിട്ടാനുള്ള വഴി എന്താണ്, നരകത്തിൽ രക്ഷപ്പെടാനുള്ള വഴി എന്താണ്, ഇതിനൊക്കെ എന്തിലൂടെയാണ് പഠിപ്പിക്കുന്നത്, ഇൽമിലൂടെയാണ്. ആ ഇൽമ് ജനങ്ങൾക്ക് പഠിപ്പിക്കാനാണ് ആരെ അയച്ചത്, റസൂലിനെ അയച്ചത്. അപ്പൊ ബിൽ ഹുദ എന്ന് പറഞ്ഞാൽ ബിൽ ഇൽമിൻ നാഫിഅ എന്നാണ് അർത്ഥം. ഉപകാരപ്രദമായ അക്കങ്ങള് ഭരണങ്ങൾ നോട്ട് ചെയ്തൊക്കെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പെന്ന് വേണം, അതിന്റെ സൈഡിലോ അല്ലെങ്കിൽ വേറെ പേപ്പറിലോ എഴുതി വെക്കണം. അതിനാണ് ഇങ്ങനെ വിശദമായി അല്ലെ ഒറ്റടിക്ക് വായിച്ചാൽ മതി. അപ്പൊ ബിൽ ഹുദ എന്ന് പറഞ്ഞാൽ ബിൽ ഇൽമിൻ നാഫിഅ. ഇൽമുണ്ടാകുമ്പോഴേ എന്തുണ്ടാവുള്ളൂ, ഹുദ മാർഗദർശനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഹുദയുമായി അയച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ശരിയായ വിശ്വാസത്തിലേക്കും പ്രവർത്തനത്തിലേക്കും എത്താൻ പറ്റുന്ന ഉപകാരപ്രദമായ ഇൽമുമായി അള്ളാഹു എന്ത് ചെയ്തു, റസൂലിനെ അയച്ചു. ഇനി ഹുദ എന്നുള്ളത് രണ്ട് നിലക്ക് വിശദീകരിക്കാൻ പറ്റും. ഒന്നാമത്തെ ഹുദ എന്ന് പറഞ്ഞാൽ മാർഗദർശനം എന്നാണ്, മാർഗം കാണിച്ചു കൊടുക്കാനാണ്. അതായത് ആളുകളെ ഏതാണ് സത്യം, അതിലേക്കുള്ള വഴി എന്താണ്, അത് നേടാനുള്ള വഴി എന്താണ്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള വഴി എന്താണ്, അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴി എന്താണ് എന്ന് സത്യത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുക. അതിനെന്ത് പറയാ, ഹദ, യഹ്ദി, ഹുദ എന്ന് പറയാം. അപ്പോ അദ്ദലാലത്ത് വൽ ബയാൻ, അതാണ് ദലാലത്ത് സൂചന, അറിവ് നൽകുക, വഴി കാണിക്കുക, വൽ ബയാൻ അതിന്റെ വിശദീകരണവും. അപ്പൊ ഒരു കാര്യത്തെ സംബന്ധിച്ച് സത്യമാർഗത്തെ സംബന്ധിച്ചുള്ള അറിവ് നൽകലും അതിന്റെ വിശദീകരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലും. ഇത് ആർക്ക് മാത്രമേ കഴിയുള്ളൂ, അല്ല നബിക്കും മറ്റുള്ള ആളുകൾക്കും നമുക്കും കഴിയും. എന്തിന്, ഇപ്പൊ ഖുർആൻ സുന്നത്തും മനസ്സിലാക്കിയ ആളുകൾക്ക് നബി പഠിപ്പിച്ചത് ഈ മാർഗദർശനമാണ്. നബി പഠിപ്പിച്ച ഖുർആനും ഹദീസും മനസ്സിലാക്കിയാൽ നമുക്കും എന്ത് ചെയ്യാം, ആളുകൾക്ക് ഇന്നതാണ് ശരി, ഇന്നതാണ് ശരിയായ അറിവ് എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ആ പണിയാണ് ആരെടുക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തത്. വിശുദ്ധ ഖുർആനില് സൂറത്ത് ഫുസ്സിലത്തിലെ 17-ാമത്തെ ആയത്തിൽ വഅമ്മാ സമൂദു ഫഹദൈനാഹും ഫസ്തഹബ്ബുൽ അമാ അലൽ ഹുദ, എന്നാൽ സമൂദ് ഗോത്രക്കാർ ഫഹദൈനാഹും അവർക്ക് നാം വഴി കാണിച്ചു കൊടുത്തു. സമൂദ് ഗോത്രക്കാർക്ക് അള്ളാഹു വഴി കാണിച്ചു കൊടുത്തു. ഫസ്തഹബ്ബുൽ അമാ, എന്നാൽ ആ വഴി അവർ സ്വീകരിക്കാതെ അന്ധതയെ ആണ് അവർ ഇഷ്ടപ്പെട്ടത്. അലൽ ഹുദ എന്തിനേക്കാൾ, മാർഗദർശനത്തെക്കാൾ, ശരിയായ അറിവിനേക്കാൾ. അറിവ് അള്ളാഹു നൽകി, പ്രവാചകന്മാരിൽ പറഞ്ഞു കൊടുത്തു. പക്ഷെ അത് തിരഞ്ഞെടുക്കാതെ അറിവിന്റെ വിപരീതം എന്താ, വഴികേടാണ്. വഴികേട് എന്നാൽ ഇരുട്ടാണ്, അന്ധതയാണ്. ആ അന്ധതയെ അവർ ഇഷ്ടപ്പെട്ടു, ഹുദയെ അവർ മാറ്റി നിർത്തി. അപ്പൊ അള്ളാഹു ശരിയായ ഇൽമ് പ്രവാചകന്മാർക്ക് നൽകുന്നു. പ്രവാചകന്മാർ ആ ഇൽമ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് വഴി നടത്തുന്നു. അതൊരു ഹുദയാണ്. രണ്ടാമത്തെ ഹുദ എന്ന് പറഞ്ഞാൽ അത്തൗഫീഖ് വൽ ഇൽഹാം, ഈ ശരിയായ അറിവിലേക്ക് എത്താനുള്ള അല്ലെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ഒരു തൗഫീഖ്, ഭാഗ്യം നൽകുക, അതിനുള്ള ഒരു തോന്നൽ മനസ്സിലുണ്ടാക്കി കൊടുക്കുക. അതാണ് ഹുദ എന്ന് പറഞ്ഞാൽ. അന്ന് എന്തായി, മാർഗദർശനം നൽകുക എന്നല്ല, എന്താണ്, മാർഗത്തിലേക്ക്
ചേർക്കുക, വഴി നടത്തുക. അതാണ് രണ്ടാമത്തെ അർത്ഥം. മറ്റത് അത്തൗഫീഖു വൽ ഇൽഹാമു. അപ്പൊ എന്താ ആദ്യം പറഞ്ഞത്? ഹുദ അള്ളാഹു ഇൽമുൻ നാഫി പ്രവാചകന്മാർ കൊടുക്കുന്നു, പ്രവാചകന്മാർ അത് ഉപയോഗിച്ച് ജനങ്ങളെ പഠിപ്പിക്കുന്നു, സത്യമാർഗം ഏതാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. രണ്ടാമത് പറഞ്ഞതോ ഈ ഇൽമുൻ നാഫിയിലേക്ക്, സത്യമാർഗത്തിലേക്ക് ആളുകളെ ചേർക്കുക. ഇത് ആർക്ക് കഴിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയില്ല, നമുക്ക് ആർക്കും കഴിയില്ല. അതാർക്ക് മാത്രമേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ആദ്യം പറഞ്ഞ ഹുദ അള്ളാഹു നടത്തുന്നു, പ്രവാചകന്മാർ നടത്തുന്നു, നമ്മൾ നടത്തുന്നതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ആ വഴിയിലേക്ക് ചേർക്കാൻ നബിക്ക് കഴിയില്ല, നമുക്ക് കഴിയില്ല. അതാർക്ക് മാത്രമേ പറ്റുള്ളൂ? അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം എന്താ? സൂറത്തുൽ ഖസസിലെ 56-ാമത്തെ ആയത്തിൽ ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ. ഇത് നബിയോട് പറഞ്ഞാണ്, നബിയെ ഇന്നക ലാ തഹ്ദീ, നീ ഹിദായത്തിലാക്കിയതാണ്, വഴി കാണിച്ചു കൊടുക്കൂല എന്നല്ല, വഴി കാണിച്ചു കൊടുക്കാൻ നബിക്ക് പറ്റും. ഇവിടെ എന്താ? ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ട ആളുകളെ നീ വഴി ചേർക്കുകയില്ല. മൂത്താപ്പനെ ചേർക്കാൻ, അബ്ദുൽ മുത്തലിബ് അബൂ താലിബിനെ ചേർക്കാൻ നബിക്ക് കഴിഞ്ഞോ? ഇല്ല. ആകണം എന്ന് നബി ആഗ്രഹിച്ചിരുന്നു. അതാണ്, നീ ഇഷ്ടപ്പെട്ടവരെ ഹിദായത്തിലേക്ക് ചേർക്കാൻ നിനക്ക് സാധ്യമല്ല. ഹിദായത്ത് ഇന്നതാണ് ഹുദ എന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷെ ആ ഹുദയിലേക്ക് ചേർക്കാൻ, അതിനുള്ള തൗഫീഖോ ഇൽഹാമോ കൊടുക്കാൻ എനിക്ക് കഴിയില്ല. അപ്പൊ ആ അർത്ഥത്തിലും എന്ത് ഉപയോഗിക്കാം? ഹുദ എന്നുള്ളത് ഉപയോഗിക്കാം, വഴി ചേർക്കുക. അതാണ് അത്തൗഫീഖ് വൽ ഇൽഹാം എന്ന് പറഞ്ഞത്. മറിച്ച് ഹിദായത്ത് കൊടുക്കുന്നതാരാ? ഹിദായത്തിലേക്ക് ആക്കുന്നതാരാ? വലാകിൻ അല്ലാഹു യഹ്ദീ മൻ യശാ, അള്ളാഹുവാണ് അവൻ ഉദ്ദേശിച്ചവരെ വഴി ചേർക്കുന്നത്. അപ്പൊ ഹുദ എന്നുള്ളത് ഈ രണ്ടർത്ഥത്തിൽ, ഒന്ന് വഴി കാണിക്കുക, മറ്റത് വഴി ചേർക്കുക. വഴി കാണിക്കൽ എല്ലാവർക്കും പറ്റും, വഴി ചേർക്കൽ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ ഹുദ അത് നബിക്ക് അത് നൽകി, അല്ലെങ്കിൽ അതുമായി നബിയെ അള്ളാഹു അയച്ചു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അയച്ച, അല്ലെങ്കിൽ ജനങ്ങളെ പഠിപ്പിച്ച കാര്യം എന്താ? വദീനിൽ ഹഖി, അദ്ദീനുൽ ഹഖ് എന്നല്ല, അങ്ങനെയും പറയാ. അദ്ദീനുൽ ഹഖ്, ഹഖ് എന്താ? സത്യം. അതിന്റെ വിപരീതം എന്താ? ബാത്തിൽ, അസത്യം, നിരർത്ഥകരമായത്. ഹക്കാന്ന് പറഞ്ഞാൽ ശരിക്ക് അർഹമാവുക, അല്ലെങ്കിൽ സ്ഥിരപ്പെടുക, നിർബന്ധമാവുക എന്നൊക്കെ അർത്ഥം. ഹക്ക യഹിക്കു എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹക്ക് എന്ന് പറഞ്ഞാൽ കടമ നടത്തുന്നുണ്ട്, അവകാശം നടത്തുന്നുണ്ട്, സത്യം നടത്തുന്നുണ്ട്. അപ്പൊ എന്താ? സത്യം എന്നും എന്തായിരിക്കും? സാബിത്തായിരിക്കും, സ്ഥിരപ്പെട്ടതായിരിക്കും. ബാത്തിലോ അത് പൊളിഞ്ഞു, ബത്തല നിഷ്ഫലമായി. അപ്പൊ ബാത്തിൽ എന്നാൽ സ്ഥിരപ്പെടാത്തത്, ഹക്ക് സ്ഥിരപ്പെടുന്നതാണ്, അർഹമായി തീരുന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ജനങ്ങളെ പഠിപ്പിച്ച മതം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഹക്കാണ്, സത്യമാണ്, സ്ഥിരപ്പെട്ടതാണ്. ദീന് എന്നുള്ളതും രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കാം. ഒന്ന് പ്രതിഫലം എന്നർത്ഥത്തിൽ പറയാം, മാലിക് യൗമിദ്ദീൻ, അവിടെ എന്താണ്? പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. രണ്ടാമത് ദാന യദീനു, ദീൻ എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുക, വഴിപ്പെടുക എന്നാണ്. അപ്പൊ ഇസ്ലാം ദീൻ എന്താ? അള്ളാഹുവിന് വഴിപ്പെടാനുള്ള മാർഗം, മതം. ഇവിടെ എന്താണ്? ദീനിൽ ഹക്കി, ശരിയായ മതം സ്വീകരിക്കുന്ന ആളുകൾക്ക് എന്ത് കിട്ടും? പ്രതിഫലം കിട്ടും. ആ പ്രതിഫലം കിട്ടാനുള്ള വഴിയാണ് ആര് പഠിപ്പിക്കുന്നത്? മതം പഠിപ്പിക്കുന്നത്. അപ്പോൾ അദ്ദീനുൽ ഹക്ക് എന്ന് പറയുന്നതിന് പകരം ഇവിടെ പിന്നെ മൗസൂഫിനെ എന്ത് ചെയ്തു? സിഫത്തിലേക്ക് ചേർത്ത് പറഞ്ഞു. ഇവിടെ അദ്ദീനുൽ ഹക്ക്, സത്യമാകുന്ന മതം എന്ന് പറഞ്ഞാൽ ദീനെന്താ? മൗസൂഫാൻ, വിശേഷിപ്പിക്കപ്പെടുന്നതാണ്. സത്യമാകുന്ന മതം, ഹക്ക് എന്നുള്ളതിന്റെ സിഫത്താണ്. അപ്പൊ എന്ത് ചെയ്തു? ആ സിഫത്തിലേക്ക്, ഹക്ക് എന്ന സിഫത്തിലേക്ക്, വിശേഷണത്തിലേക്ക് ദീൻ എന്ന മൗസൂഫിനെ ചേർത്ത് പറഞ്ഞു. അപ്പൊ എന്താ അർത്ഥം? സത്യമാകുന്ന മതം എന്ന് പറയാം. പക്ഷെ ഇതിന് നേർക്കാൻ അർത്ഥം പറഞ്ഞാൽ എന്താ? ദീനിൽ ഹക്ക് എന്നാണ് സത്യത്തിന്റെ മതം, അതായത് അദ്ദീനുൽ ഹക്ക്. അപ്പോ സത്യമതത്തിലേക്കും, പിന്നെ സത്യമതവുമായും സന്മാർഗവുമായും തന്റെ ദൂതനെ അയച്ച അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. അപ്പൊ അവിടെ ദീനുൽ ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദ കൊണ്ട് നമ്മൾ പറഞ്ഞു ഇൽമുൻ നാഫിയാണ്. ദീൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥം പറഞ്ഞു, ഒന്ന് മതം അല്ലെങ്കിൽ കീഴ്പ്പെടൽ, മറ്റത് പ്രതിഫലം. അപ്പൊ അവിടെ ദീൻ എന്നതിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇൽമ കിട്ടിയാൽ പിന്നെ എന്ത് വേണം? അമല് വേണം. അപ്പോ ദീനുൽ ഹക്ക് എന്ന് പറഞ്ഞാൽ അൽ അമലു സ്വാലിഹ്.
അപ്പൊ അത് പറഞ്ഞു നോക്കി, റസൂലിനെ അള്ളാഹു അയച്ചു ബിൽ ഹുദ, ശരിയായ ഉപകാരപ്രദമായ അറിവുമായി അയച്ചു. ആ അറിവനുസരിച്ച് എന്ത് വേണം? ശരിയായ പ്രവർത്തനം ഉണ്ട്. ആ പ്രവർത്തനവും ആരാ കാണിച്ചിരുന്നത്? നബിയാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഇൽമുമായും അമലുമായും ഇത് രണ്ടും പഠിപ്പിക്കാനാണ് ആരയച്ചിട്ടുള്ളത്? റസൂലിനെ അയച്ചത്. അത് ജനങ്ങൾ കിട്ടിയ ഏറ്റവും വലിയ നിയമത്താണ്. ആ നിയമത്ത് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇനി എന്തിനാണ് ഈ ഹുദയും ദീനുൽ ഹക്കുമായി പ്രവാചകനെ അള്ളാഹു അയച്ചത്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. ലഹറ അല എന്ന ഒന്നിന്റെ ലഹറ എന്നത് പ്രകടമാവുക, പ്രത്യക്ഷപ്പെടുക, വെളിപ്പെടുക എന്നാണ്. ലഹറ അല എന്ന മറ്റൊന്നിന്റെ മേൽ പ്രകടമായി എന്നാൽ അതിന്റെ മേൽ അത് വിജയം വരിച്ചു, പ്രകടമായി തീർന്നു. മറ്റേന് കവച്ചു വെച്ച് അതിന്റെ മേലെ പോവുക അതാണ്. ഇവിടെ അൽഹറ യുൽഹി എന്നാൽ പ്രകടമാക്കുക, വെളിപ്പെടുത്തുക. ലിയുദ്ഹിറഹു, ആ സത്യമതത്തെ വെളിപ്പെടുത്തുവാൻ. എന്തിന്റെ മേൽ? അലദ്ദീനി കുല്ലിഹി, സർവ മതത്തെക്കാളും സർവമതത്തിന്റെയും മേൽ ഈ മതത്തെ വെളിവാക്കി കൊണ്ടുവരുന്നതിന് വേണ്ടി, എന്നാൽ അതിന് വിജയം നൽകുന്നതിന് വേണ്ടി, അതിനെ പ്രകടമാക്കുന്നതിന് വേണ്ടി. എന്ന് പറഞ്ഞാൽ മുമ്പ് പ്രവാചകന്മാർക്ക് പഠിപ്പിച്ച മതം അതൊക്കെ എന്താ? അള്ളാഹിന്റെ മതമാണ്. അതെന്താണ്? അത് ഇസ്ലാം തന്നെയാണ്. ആദം നബി തൊട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ചതൊക്കെ എന്താ? വേറെ മതങ്ങളല്ല. പിന്നെന്താണ്? ഒരൊറ്റ ദീനാണ്. അതെന്താ ആ ദീൻ എന്നത്? അള്ളാഹിനെ മാത്രം ആരാധിക്കുന്നതാണ്. ശരീഅത്തിൽ വ്യത്യാസം ഉണ്ടാവും, മത നിയമങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും, അനുഷ്ഠാന വിഷയ പ്രവർത്തനങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ദീൻ എന്ന് പറയുന്ന അഖീദ എന്താണ്? ഒന്നാണ്. പക്ഷെ അപ്പൊ ഈ ശരീഅത്തിൽ വ്യത്യാസമുണ്ട്. എന്നാൽ എല്ലാ മതത്തിന്റെയും മേലെ ലോകാവസാനം വരെ നിലനിൽക്കേണ്ടുന്ന മതം അതെന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിക്കപ്പെട്ട ശരീഅത്താണ്, ദീനാണ്. അപ്പൊ എല്ലാറ്റിന്റെയും മേലെ വരേണ്ടത് അത് ദീനുൽ ഇസ്ലാമാണെങ്കിൽ മുഹമ്മദ് നബിയുടെ ദീനാണ്. ഇനി അള്ളാഹു പഠിപ്പിച്ചതല്ലാത്ത പിഴച്ച ആളുകളുടെ മതങ്ങളും വിശ്വാസങ്ങളും ഉണ്ടാവും. അതൊന്നും എന്തല്ല സ്ഥായിയായി തൽക്കാലം ഒരു തിളക്കവും മിന്നലൊക്കെ ഉണ്ടാകാം, പക്ഷെ അതെന്താവില്ല, നിലനിൽക്കുകയില്ല. കാരണം അതെന്തല്ല? ഹക്കല്ല. ഹക്കല്ലാത്തത് കൊണ്ട് തന്നെ അത് സാബിത്തല്ല, സ്ഥിരപ്പെടുന്നതല്ല. അപ്പൊ ഈ തെറ്റായ മതങ്ങളുടെ മേലെയും അതിനെയൊക്കെ കവച്ചു വെച്ച് വിജയം വരിക്കേണ്ടതും എന്താണ്? ദീനാണ്. അപ്പൊ എല്ലാറ്റിന്റെയും മേലെ ഇസ്ലാം ദീൻ വരണം എന്നതുകൊണ്ട് അതിനു വേണ്ടിയാണ് ലിയുദ്ഹിറഹു, ആ മതത്തെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, വെളിപ്പെടുത്തുന്നതിന് വേണ്ടി, അലദ്ദീനി കുല്ലിഹി, സർവ മതങ്ങളുടെ മേലിലും. കാരണം എന്താ? ഇത് അള്ളാഹുവിന്റെ മതമാണ്. അത് സത്യസന്ധന്മാരായ പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന മതമാണ്. ആ മതത്തിനെ എന്നും എന്തുണ്ടാവുള്ളൂ? നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ആ മതത്തിന് എന്നും വിജയമുണ്ടാവുകയുള്ളൂ. ഇത് പഴയകാല ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. എന്ന് മതത്തെ ആളുകൾ ശരിയായ വഴിയിൽ മുറുകെ പിടിച്ചിട്ടുണ്ടോ അന്ന് മുസ്ലിങ്ങൾ എന്തിട്ടുണ്ട്? മറ്റെല്ലാ മതങ്ങളെക്കാളും ലാഹിറായിട്ടുണ്ട്, മേലെ വന്നിട്ടുണ്ട്. വകഫാ ബില്ലാഹി ഷഹീദ. കഫാ യക്ഫി എന്നാൽ മതിയായി. കഫാ ബില്ലാഹ് എന്നാൽ അള്ളാഹു മതി, അള്ളാഹു മതിയായവനാണ്, അള്ളാഹു മതിയാക്കുന്നതാണ്. ഷഹീദൻ, ഷഹീദാനാൽ യഷ്ഹദു, സാക്ഷ്യം വഹിക്കുക. വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹു മതിയായവനാണ്, അല്ലെങ്കിൽ അള്ളാഹു മതി. എന്തിനാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്? അള്ളാഹു സാക്ഷ്യപ്പെടുന്നത് ഈ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഹുദയും പ്രവാചകന്മാർ പഠിപ്പിക്കുന്ന ദീനും അത് സത്യമാണ്, അതെന്നും നിലനിൽക്കും, അതാണ് നിലനിൽക്കുക എന്നതിന് സാക്ഷിയായി ആര് മതി? അള്ളാഹ് മതി. കാരണം അള്ളാഹുവാണ് ഏറ്റവും വലിയ സാക്ഷി. അള്ളാഹുവാണ് ഈ പ്രവാചകന്മാരെ അയച്ചത്. ആ പ്രവാചകന്മാർ അയച്ചത് സത്യമാണ് എന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുപോലെ തന്നെ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ കാണുന്നവനും അറിയുന്നവനും സാക്ഷിയാകാൻ യോഗ്യതയുള്ളവനും ആരാണ്? അള്ളാഹുവാണ്. അപ്പൊ അള്ളാഹു സാക്ഷിയായി മതി എന്ന് പറഞ്ഞാൽ പ്രവാചകൻ കൊണ്ടുവന്ന കാര്യങ്ങൾ തീർത്തും സത്യമാകുന്നു. കാരണം അതിന് സാക്ഷ്യം വഹിക്കുന്നത് ആരാ? അള്ളാഹുവാണ്. അപ്പൊ പ്രവാചകന്മാർ പറയുന്നത് ശരിയാണ് എന്ന് ഉറപ്പിക്കാനാണ് എന്ത്? കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായിക്കൊണ്ട് അള്ളാഹു മതി എന്ന് പറയുന്നത്. ഇനി പ്രവാചകന്മാർ പറയുന്നത് അസത്യമായിരുന്നെങ്കിൽ ആ പ്രവാചകന്മാർ എന്ത് ചെയ്യില്ല? ലോകത്ത് നിലനിൽക്കുകയില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരാൾ വന്നിട്ട് ഞാൻ അള്ളാന്റെ നബിയാണ് എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിന്റെ വകയായി എന്തെങ്കിലും കൂട്ടിക്കടത്തിയാൽ
ഏതെങ്കിലും ഒരാൾ പ്രവാചകത്വം വാദിച്ചാൽ എന്നല്ല, പ്രവാചകനായി അള്ളാഹു അയക്കുന്ന ഒരാൾ എന്ത് ചെയ്യാ, അള്ളാഹുവിന്റെ പേരിൽ ഇല്ലാത്ത വല്ലതും പറയാ. എന്നാൽ അള്ളാഹു എന്ത് ചെയ്യൂല, അവരെ ആ ആളെ പ്രവാചകനായി നിലനിർത്തുകയില്ല, അള്ളാഹു നശിപ്പിച്ചു കളയും. നേരെ മറിച്ച് കള്ളപ്രവാചകൻ വന്നു, ഓൻ അള്ളാഹിന്റെ റസൂലല്ല, പക്ഷെ അവൻ റസൂലാണ് നബിയാണെന്ന് വാദിക്കുന്നു, ഓനെ അള്ളാഹു എന്ത് ചെയ്തോളുന്നില്ല, കൊന്നോളുന്നില്ല അല്ലേ? അങ്ങനെ കൊല്ലപ്പെടാതെ പോയ ആൾക്കാരില്ലേ ഉണ്ട്. നേരെ മറിച്ച് പ്രവാചകനായി അള്ളാഹു ഒരാളെ അയക്കുന്നു, ആ കൂട്ടത്തിന്റെ ചെന്ത് കിടക്കട്ടെ എന്നുള്ളവർക്ക് അള്ളാഹിന്റെ പേരിൽ കളവ് പറഞ്ഞാലോ അയാളെ പിന്നെ അള്ളാഹു ബാക്കിയാക്കൂല. അപ്പൊ അതുകൊണ്ട് പ്രവാചകന്മാരായി അയക്കപ്പെട്ടവർ പറഞ്ഞത് മുഴുവൻ എന്താണ്, സത്യമാണ്. അല്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പുണ്ടാകും. ഇപ്പൊ സൂറത്തുൽ ഹാഖ 44-45 ആയത്തുകൾ, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ എന്ന് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ മേൽ ചില കാര്യങ്ങൾ, വാക്കുകൾ കെട്ടിച്ചമച്ച് പറഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യുമായിരുന്നു, വലതുകൊണ്ട് അവനെ അള്ളാഹു പിടിക്കുമായിരുന്നു. എന്നിട്ട് അവന്റെ വതീൻ, ജീവനാടിയെ അള്ളാഹു എന്ത് ചെയ്യും, മുറിച്ചു കളയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ കൊന്നു കളയുമെന്നർത്ഥം. നബി ബാക്കിയാവൂലാൻ, അള്ളാഹു കൊന്നു കളയും. അതങ്ങനെ തന്നെ സംഭവിക്കുമെന്നാണ്, അങ്ങനെ തന്നെ നടപ്പിലാക്കും. ഇപ്പൊ ശിർക്ക് ചെയ്താൽ അമല് പൊളിഞ്ഞു പോകും. നബി എന്നെ ചെയ്താലും എന്താവും, പൊളിഞ്ഞു. നബി ശിർക്ക് ചെയ്യൂല എന്ന് ബോധ്യപ്പെടുത്താൻ പറഞ്ഞതല്ല, പിന്നെന്താണ്, നബി ശിർക്ക് ചെയ്താൽ നബിന്റെതും പൊളിഞ്ഞവും എന്ന് ബോധ്യപ്പെടുത്താനാണ്. അതുപോലെ നബി കളവ് പറയില്ല എന്ന് പറയാനല്ല, നബി കളവ് പറയുകയാണെങ്കിൽ നബി അള്ളാഹു എന്ത് ചെയ്യും, നശിപ്പിച്ചു കളയും എന്ന് പറയാനാണ് ഈ ആയത്ത് ഹാക്കയിലെ 44-45. അപ്പൊ അങ്ങനെ അള്ളാഹു പറഞ്ഞതുകൊണ്ട് പ്രവാചകൻ എന്ത് ചെയ്യില്ല, അള്ളാഹുവിനെ കുറിച്ചൊരിക്കലും കളവായ ഒരു വാക്ക് പറയുകയില്ല. മറിച്ച് അള്ളാഹു വഹിയിലൂടെ എന്താണോ പഠിപ്പിച്ചു കൊടുത്തത് അത് മാത്രമേ പറയുകയുള്ളൂ. വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് വഅശ്ഹദു. അപ്പൊ അള്ളാഹു സാക്ഷിയായി അള്ള മതി. ഇനി അശ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആരാ പറയണത്? ഗ്രന്ഥകർത്താവ് ശൈഖുൽ ഇസ്ലാം ഇത് പറയാണ്. വഅശ്ഹദു, നമ്മളൊക്കെ പറയേണ്ട കാര്യം. വഅശ്ഹദു, ഷഹിദ യശ്ഹദു അശ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്താണ് സാക്ഷ്യപ്പെടുത്തുന്നത്? അല്ല, ഇല്ലെന്ന്. ഇലാഹ, നമ്മളേത്തെ പഠിച്ചാൽ അല്ലാ ഇലാഹ, ഒരു ആരാധിക്കപ്പെടുന്നവനും ഒരു ആരാധ്യനും ഇല്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇല്ലല്ലാഹു, അല്ലാഹു അല്ലാതെ. വഅശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വഹ്ദഹു, അവൻ ആരാണ്? അല്ലാഹു ഏകനാണ്, അവൻ മാത്രമാണ്. ലാ ശരീക ലഹു, അവന് ഒരു പങ്കുകാരനുമില്ല. പങ്കുകാരനില്ല എന്നല്ല, ലാ ഇലാഹ പോലെ ലാ ശരീക, ഇതൊക്കെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചതാ. ലാ ശരീക, ഒരു പങ്കുകാരനുമില്ല, ലഹു, അവന്. അപ്പോൾ എന്ത് ചെയ്തു? അവിടെ ലാ ഇലാഹ ആദ്യം നഫി ചെയ്തു, ഇല്ലല്ലാഹ് പിന്നെ ഇസ്ബാത്ത്. എന്താണ്? ഒരു ഇലാഹു ഇല്ല അറിഞ്ഞു, പിന്നെ ഒന്നുണ്ട് അറിഞ്ഞു, അതാരാ? അള്ളാഹ്. അപ്പൊ എന്തായി? അള്ളാഹു അല്ലാത്ത ആരുമില്ല. നേരത്തെ നമ്മൾ പഠിച്ചാൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഒരു നഫിയും ഒരു ഇസ്ബാത്തും വന്നു. അതിനുശേഷം പിന്നെ എന്ത് പറയാണ്? വഹ്ദഹു. ആ വഹ്ദഹു എന്നുള്ളത് അവൻ മാത്രം. അവൻ മാത്രം എന്നാൽ അവന്റെ കൂടെ വേറെ ആരുമില്ല. അപ്പൊ ആ വഹ്ദഹു എന്നുള്ളത് ഇല്ലല്ലാഹ് എന്ന അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിച്ചു. ആ ഇസ്ബാത്തിനെ തഅ്കീദ് ചെയ്യാൻ, ബലപ്പെടുത്താനാണ് എന്ത്? വഹ്ദഹു. അള്ളാഹു ഉണ്ട്. ആ ഉണ്ട് എന്നുള്ളത് കുറെ ഉണ്ടോ? ഇല്ല, അള്ളാഹു മാത്രം. അപ്പൊ അള്ളാഹു ഉണ്ട് എന്നതിനെ ബലപ്പെടുത്താനാണ് എന്തുപയോഗിച്ചത്? വഹ്ദഹു എന്ന് പറഞ്ഞത്. ലാ ശരീക ലഹു എന്നുള്ളതോ അതെന്തിനാ? ആദ്യം പറഞ്ഞ ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ആ നഫീനെ ബലപ്പെടുത്താനാണ് ഇവിടെ എന്ത്? ലാ ശരീക ലഹു, ഒരു ഇലാഹു ഇല്ല. എന്നെ ആരെങ്കിലുമൊക്കെ ചെറുതായിട്ട് പറയാനുണ്ടാവോ? ഇല്ല, ലാ ശരീക ലഹു, ഒരു പങ്കുകാരനുമില്ല. അപ്പൊ വഹ്ദഹു എന്നുള്ളത് അള്ളാഹു എന്നതിനെ, ആ ഇസ്ബാത്തിനെ സ്ഥിരപ്പെടുത്താൻ, ലാ ശരീക ലഹു എന്നുള്ളത് ആദ്യം നിഷേധിച്ച നിഷേധത്തെ ബലപ്പെടുത്താൻ. യാതൊരു പങ്കുകാരുമില്ല, ഒരു ഇലാഹും ഇല്ല, ഒരു പങ്കുകാരും ഇല്ല. പിന്നെ ആരുള്ളൂ? പിന്നെ ആരാളുള്ളത്? അള്ളാഹുവാണ്. അള്ളാഹിന്റെ കൂടെ നീ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അള്ളാഹു മാത്രം, അവൻ ഏകൻ, അവൻ മാത്രമാകുന്നു. ഈ കലിമത്ത് ഷഹാദ
അതിനെ എങ്ങനെയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്? ഇഖ്റാറൻ ബിഹി വ തൗഹീദൻ. അഖറ യുഖിറു നേരത്തെ നമ്മൾ പഠിച്ച വാക്കാണ്. എന്താ അഖറ യുഖിറു? കശ്ഫ് ശുബ്ഹാത്തിൽ ഒരുപാട് സ്ഥലത്ത് വന്നു, ഉസൂൽ സലാസിൽ വന്നിട്ടുണ്ട്. അഖറ യുഖിറു, യുഖിറൂന. എന്താ ഒന്നല്ല, ഒരുപാട് സ്ഥലത്ത് വന്നു. അഖറ യുഖിറു, ഇഖ്റാർ. മുശ്രിക്കുകളെ കുറിച്ച് പറയുമ്പോൾ അവർ യുഖിറൂന ഹാദാ എന്നിട്ട് പിന്നെ പറയും അതിനെതിരായ സംഗതി. എന്താ? അംഗീകരിക്കുക, സമ്മതിക്കുക. ഇഖ്റാറൻ ബിഹി, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇഖ്റാറൻ ബിഹി, ഇഖ്റാറൻ ബിഹി എന്നാൽ ആ കാര്യത്തെ ഞാൻ അംഗീകരിച്ചുകൊണ്ട്, സമ്മതിച്ചുകൊണ്ട്. അപ്പൊ സമ്മതിക്കാതെ ഒരുത്തൻ വെറുതെ പറഞ്ഞാൽ എന്താവൂല? അത് ഷഹാദത്താകുമോ? ഇല്ല. ഷഹാദത്ത്, സാക്ഷ്യം എന്ന് പറയുന്നത് അത് ശരിയായി തീരണമെങ്കിൽ എന്തു വേണം? മനസ്സിലുണ്ടാകണം, അത് പറയുകയും വേണം. അപ്പോ ഇഖ്റാറും ബിൽ ഖൽബ്, മനസ്സുകൊണ്ട് അത് അംഗീകരിക്കണം. വനുതുഖും ബിൽ ലിസാൻ, നാവുകൊണ്ട് പറയുകയും വേണം. അപ്പോഴേ എന്താവുള്ളൂ? അത് സാക്ഷ്യമാവുകയുള്ളൂ. ഒരുത്തം മനസ്സിലാക്കി, അത് സാക്ഷിയാവില്ല. ഒരുത്തം പറഞ്ഞു മനസ്സിലില്ലാത്തത്, അത് സാക്ഷിയാകുമോ? ഇല്ല. അപ്പൊ മനസ്സിലുണ്ടാകണം, അത് വെളിവാക്കി പറയണം. അപ്പോൾ എന്താ? അഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ആ പറഞ്ഞത് എങ്ങനെയാണ്? മനസ്സിലാക്കാതെയോ ഉൾക്കൊള്ളാതെയോ അല്ല. പിന്നെന്താണ്? ഞാൻ ഉൾക്കൊണ്ടുകൊണ്ടാണ്, അംഗീകരിച്ചുകൊണ്ടാണ്, സമ്മതിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ ആണ് ഇഖ്റാറൻ ബിഹി, സാക്ഷ്യപ്പെടുത്തി അംഗീകരിച്ചുകൊണ്ട്. ഈ ഏകനായ മറ്റൊരു സഹായിയും അല്ലെങ്കിൽ പങ്കുകാരനും ഇല്ലാത്ത അള്ളാഹുവിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ടും, വ തൗഹീദൻ, പിന്നെന്താക്കിക്കൊണ്ടും. തൗഹീദൻ എന്നാൽ അവിടെ ഇഖ്ലാസൻ എന്നർത്ഥം. എന്താ? ഇത് നമ്മൾ നേരത്തെ പഠിച്ചാണ്. തൗഹീദ്, ഇഖ്ലാസ്. എന്താ ഇഖ്ലാസിന് എന്താ അർത്ഥം പറഞ്ഞത്? ഒക്കെ വായിച്ചേതാ? ഇബാദത്തുമായി ബന്ധപ്പെടുത്തി പറയുമ്പോ ഇഖ്ലാസിന് എന്താ അർത്ഥം പറഞ്ഞ നമ്മള്? തലയിക്കില്ല അല്ലേ? ആത്മാർത്ഥ ആത്മാർത്ഥ അല്ലാതെ ഞാൻ പറഞ്ഞത്. ആത്മാർത്ഥത എന്നതല്ല അതിന്റെ അർത്ഥം. പിന്നെന്താ പറയാൻ പറ്റുക? മാത്രമാക്കുക. ഖാലിസ് എന്നെന്താ? ഖാലിസ് ശുദ്ധമായത്, പ്യുവർ, കലർപ്പില്ലാത്തത്. അവിടെ അള്ളാഹുവിനെ ഞാൻ അംഗീകരിച്ചുകൊണ്ടും, ആരാധനക്കർഹൻ അള്ളാഹു ആണ് എന്നത് ഞാൻ അംഗീകരിച്ച് സമ്മതിച്ചുകൊണ്ടും, വ തൗഹീദൻ, എന്താ തൗഹീദൻ, ആ അവകാശം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ടും. അതാണ് ഏകനാക്കാനാൽ ആ അവകാശം ആർക്ക് മാത്രം കൊടുക്കുക? അള്ളാഹുവിന് മാത്രമാക്കുക. അതൊന്നും കേട്ടച്ചാ ഓർമ്മ ഉണ്ടല്ലോ, ഞങ്ങള് ഇരിക്കോളണം. ഇഖ്റാറൻ ബിഹി വ തൗഹീദൻ. അപ്പൊ കടലാസ് മാത്രം പോരാ, ബെന്നില്ലാത്ത ബെല്ലും കൊണ്ടുവരണ്ട. ഇഖ്റാറൻ ബിഹി, ഇത് ഞാൻ അംഗീകരിച്ചുകൊണ്ടും, വ തൗഹീദൻ, അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ടും ആണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ സാക്ഷ്യവചനം ഞാൻ പറയുന്നത്. അപ്പോ ഇതില്ലാതെ പറഞ്ഞാൽ എന്താവൂല? മനസ്സിലില്ലാതെ പറഞ്ഞാൽ അത് വിശ്വാസമാവുകയില്ല, സാക്ഷ്യമാവുകയില്ല. നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഇനി ആ ഷഹാദത്തിനോടൊപ്പം അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തസ്ലീമൻ മസീദ. രണ്ടാമത്തെ സാക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ സാക്ഷ്യത്തിന്റെ രണ്ടാമത്തെ ഭാഗം. വഅഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അന്ന മുഹമ്മദൻ, മുഹമ്മദ് ആണെന്ന്, അബ്ദുഹു, അള്ളാഹുവിന്റെ അടിമയാണെന്നും, വറസൂലുഹു, അവന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. വഅഷ്ഹദു, ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു, അന്ന മുഹമ്മദൻ, മുഹമ്മദ് ആണെന്ന്, തീർച്ചയായും മുഹമ്മദ് ആണെന്ന്, അബ്ദുഹു, അവന്റെ, ആരുടെ? അബ്ദുഹു എന്ന് പറഞ്ഞാൽ അബ്ദുള്ള, അള്ളാഹുവിന്റെ അടിമയാണെന്നും, വറസൂലുഹു, അള്ളാഹുവിന്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതെന്താ?
നേരത്തെ ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തി. അത് അംഗീകരിക്കുന്ന ഒരാൾ ഇത് പഠിപ്പിക്കാൻ വന്നതാരാ? ഇത് പഠിപ്പിക്കാനാണ് ആരെ അയച്ചത്? റസൂലിനെ അയച്ചത്. അപ്പൊ റസൂല് പറയുന്നതൊക്കെ സത്യമാണ്, റസൂൽ പറയുന്നത് ശരിയാണ് എന്നുകൂടി ഒരാൾ അംഗീകരിക്കണം. ഇത് രണ്ടുമില്ലാതെ ഒരു സാക്ഷ്യം കൊണ്ട് മാത്രം ഒരാളുടെ ഷഹാദത്ത് പൂർണ്ണമാവുകയില്ല. ഒരുത്തം പറഞ്ഞു നബി അറിഞ്ഞോക്കാൻ അംഗീകരിച്ചോളാം, അള്ളാഹ് പറഞ്ഞു അംഗീകരിക്കുക, അല്ലെങ്കിൽ അള്ളാഹു ആരാധനക്ക് അർഹനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നില്ല, മുഹമ്മദ് റസൂലിനെ അംഗീകരിക്കണം എന്നിട്ടും പറഞ്ഞാലോ ശരിയല്ല. അപ്പൊ ഇത് രണ്ടും വേണം. ഒരാളുടെ സാക്ഷ്യം പൂർണ്ണമാകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് വേണം, മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്നതും വേണം. ഈ രണ്ടും കൂടി കൂടിച്ചേരുമ്പോഴേ സാക്ഷ്യം പൂർണ്ണമാവുകയുള്ളൂ. കാരണം ഇത് പഠിപ്പിക്കാനാണ് നബിയെ. ഇപ്പൊ ചില പണ്ഡിതന്മാര് തൗഹീദിനെ 4 വിശദീകരിച്ചത് കാണാം. തൗഹീദ് ഇതിന്റെ സാലിഹ് അലി ശൈഖിന്റെ ഷർഹിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. തൗഹീദ് 4 എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒന്ന് റുബൂബിയത്ത്, തൗഹീദുൽ റുബൂബിയ്യ, തൗഹീദുൽ ഉലൂഹിയ്യ, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത്. 4-മത്തേത് ഇക്കാര്യം, ഏത്? മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തൽ. കാരണം മറ്റൊരുത്തൻ അംഗീകരിക്കുകയാണെങ്കിൽ ആ അള്ളാഹു അയച്ച നബിയെയും ഒരുത്തൻ എന്ത് ചെയ്യണം? ആ തൗഹീദിന്റെ ഭാഗമായി ഒരുത്തൻ അംഗീകരിക്കേണ്ടതുണ്ട്. അല്ല ഇവരെവിടെ കിട്ടുക? റസൂലില്ലാതെ എവിടുന്ന ഈ തൗഹീദ് കിട്ടുക? ശരിയായ റുബൂബിയത്ത്, ശരിയായ ഉലൂഹിയത്ത്, ശരിയായ അസ്മാ സിഫാത്ത് ഒന്ന് മനസ്സിലാവും ഇല്ല. അപ്പൊ അത് പഠിപ്പിക്കാൻ എന്ത് വേണം? നബി വേണം. അപ്പൊ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തൽ, അത് എന്താണ്? 4-മത്തതായി ചില പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അപ്പൊ സാക്ഷ്യത്തിന്റെ 2 പുറങ്ങളാണ്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റത് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇത് രണ്ടും അംഗീകരിക്കണം. അപ്പൊ അത് രണ്ടും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് അംഗീകരിക്കുമ്പോഴേ ഒരാൾ മുസ്ലിം ആകുന്നുള്ളൂ. അത് അംഗീകരിച്ചുകൊണ്ടാണ് അള്ളാഹു അയച്ച പ്രവാചകൻ പഠിപ്പിച്ച അഖീദ ഈ ഗ്രന്ഥത്തിൽ ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഇനി മുഹമ്മദിനെ കുറിച്ച്, നബിയെ കുറിച്ച് പറഞ്ഞപ്പോ അബ്ദുഹു വ റസൂലുഹു, എന്തിനാണ് അബ്ദുഹു വ റസൂലുഹു? ഇത് കഴിഞ്ഞ ഉസൂൽ സലാസ കശൂസുബാത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ചില മുസ്ലിങ്ങളായ ആളുകളെ മുസ്ലിങ്ങളാക്കുമ്പോൾ, അവർക്ക് കലിമലി കൊടുക്കുമ്പോൾ അറബ് രാജ്യങ്ങളിലൊക്കെ കാണാം. എന്താണ്? ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അല്ലെങ്കിൽ ജൂതനാണെങ്കിൽ ഓ മുസ്ലിം ആകുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുന്നതോടൊപ്പം വഅഷ്ഹദു അന്ന ഈസാ അബ്ദുല്ലാഹി വ റസൂലുഹു എന്നവനെ കൊണ്ട് പറയിപ്പിക്കും. എന്തിനാ? മുഹമ്മദ് നബി മാത്രല്ല, നമ്മള് ഉസൂൽ സലാസിൽ വായിച്ചില്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം, അള്ളാഹുവിനെ അംഗീകരിക്കണം, അതോടൊപ്പം അള്ളാഹു അല്ലാത്തതിനെ എന്ത് ചെയ്യണം? കുഫർ അവിശ്വസിക്കുകയും വേണം. അവിടെ ഈ ക്രിസ്ത്യാനി ഇതുവരെ എന്താ ചെയ്തത്? ഈസയെ അള്ളാഹുവിന്റെ അംശമായി അവൻ മനസ്സിലാക്കി, എന്നിട്ട് ഈസാ നബിയെ ആരാധിച്ചു. അപ്പൊ ഈസ അള്ളാഹുവിന്റെ ഭാഗമല്ല, ത്രിയേകത്വത്തിൽ ഒന്നല്ല, 3 പാർട്ടുകളിൽ ഒന്നല്ല. പിന്നെന്താണ്? ഈസ അള്ളാഹുവിന്റെ അടിമയാണ്, എന്നാൽ അള്ളാഹുവിന്റെ റസൂലാൻ. അതുപോലെ ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയും മുഹമ്മദ് അബ്ദുഹു, അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് എന്തിനാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചില ആളുകൾ പുകഴ്ത്തി നമ്മളെ മാലപ്പാട്ടിലും മറ്റിലൊക്കെ പറയുന്നത് പോലെ നബിയെ എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു അടിമയാണ് എന്നതിൽ നിന്ന് മുഹമ്മദ് അടിമയാണ് എന്നതിൽ നിന്ന് മാറ്റി മുഹമ്മദിനെ ആരുടെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി? അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അതെന്താണ്? അത് തഫ്രീത്താണ്, അതിര് കവിയലാണ്, പരിധി വിട്ടു. അടിമ എന്ന സ്ഥാനത്ത് നിന്ന് മുഹമ്മദ് നബിയെ ഇലാഹിന്റെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദർജയിലേക്ക് കൊണ്ടുപോയി. അത് വിശ്വാസത്തിലെ അതിര് കവിയലാണ്. അങ്ങനെ ഒരുത്തം വിശ്വസിച്ചാൽ ഓന്റെ ഷഹാദത്തുകൊണ്ട് കാര്യമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? മുഹമ്മദ് അബ്ദുഹു, അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളോ കഴിവുകളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും മുഹമ്മദ് നബിക്കില്ല, മറിച്ച് മുഹമ്മദ് അള്ളാഹുവിന്റെ ഒരു അടിമയാണ്. എന്നാൽ വേറൊരു കൂട്ടം ആളുകൾ മുഹമ്മദ് അടിമയാണ്, എന്നാൽ അള്ളാഹുവിനെ പ്രവാചകനെ അനുസരിക്കേണ്ടതില്ല, പ്രവാചകൻ പറഞ്ഞ എല്ലാം അംഗീകരിച്ചോളുന്നില്ല എന്ന് ചില ആളുകൾ പറയുന്നു. അതെന്താണ്? അത് ഇഫ്രാത്താണ്. എന്താ? ആദ്യം പറഞ്ഞത് പിന്നെ ഇഫ്രാത്തും ഇത് തഫ്രീത്തും എന്താണ്? വീഴ്ച വരുത്തലാണ്. മാ ഫറത്തന എന്നല്ലേ, നാം ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. അതിര് കവിയൽ ഇഫ്രാത്ത്, മറ്റത് തഫ്രീത്ത്.
അപ്പൊ ഇത് എന്താണ്? പ്രവാചകന് കൊടുക്കേണ്ടുന്ന സ്ഥാനം കൊടുക്കാതിരിക്കുക. അതെന്താ? അതിപ്പോ ഒരു ആള് അല്ലേ, അനുസരിക്കേണ്ടതില്ല, അംഗീകരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ നബി പറഞ്ഞ എല്ലൊന്നും ഇപ്പൊ അങ്ങനെ അംഗീകരിക്കേണ്ടതില്ല എന്ന് പറയൽ. അപ്പൊ ഈ രണ്ടും പാടില്ല അർത്ഥം. തഫ്രീത്തും പാടില്ല, ഇഫ്രാത്തും പാടില്ല. ഇത് രണ്ടിനെയും ഞാൻ അംഗീകരിക്കുന്നില്ല. നബിയെ പരിധി വിട്ട് ഉയർത്തുന്നുമില്ല, നബിക്ക് നൽകേണ്ടുന്ന അവകാശങ്ങൾ കുറക്കുന്നില്ല. അതെന്താ? റസൂലുഹു, മുഹമ്മദ് അടിമയാണ്, എന്നാൽ മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണ്. അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിന്റെ ദീനും ഹുദയും പഠിപ്പിക്കാൻ വേണ്ടി വന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? അനുസരിക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നോക്കുക, അതിന്റെ അർത്ഥം നോക്കിയത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അതന്നെ ഏത് അതന്നെ അറിയ അതന്നെ അറിയും. അതന്നെ അറിയില്ല. എങ്ങനെ മുഹമ്മദ് റസൂലുള്ള എന്നാണ് സാധാരണ എനിക്ക് പറയല്. ഇങ്ങനെയുണ്ട്. അതെന്തിനാ? നേരത്തെ ഈസാ നബിയെ കുറിച്ച് പറഞ്ഞ മാതിരി ഇവിടെ നമുക്ക് വ്യക്തമാക്കുകയാണ് ഈ രണ്ട് നിലക്കുള്ള തകരാറും. നേരത്തെ പറഞ്ഞല്ലോ, മുഹമ്മദ് നബിയെ എന്ത് ചെയ്തു? തഫ്രീത്ത് നടത്തിയിട്ട് എന്ത് ചെയ്തു? അള്ളാഹു പിന്നെ നബിയെ അനുസരിക്കേണ്ടതില്ല എന്ന കുറവ് വരുത്തി. ഇഫ്രാത്തിലേക്ക് പോയിട്ട് എന്ത് ചെയ്തു? പരിധി വിട്ട് അള്ളാഹുവിന്റെ പദവിയിലേക്ക് കൊണ്ടുപോയി. അപ്പൊ രണ്ടുമില്ല, ഇഫ്രാത്തുമില്ല തഫ്രീത്തുമില്ല. അർഹമായ സ്ഥാനം കൊടുക്കുന്നു, പരിധി വിടുന്നില്ല, കുറവ് വരുത്തുന്നില്ല. അപ്പൊ ആ നിലക്ക് മുഹമ്മദ് നബിനെ തന്നെ അംഗീകരിക്കുമ്പോഴേ എന്താവുള്ളൂ? ശരിയായ വിശ്വാസം ഉണ്ടാവുള്ളൂ. അപ്പോ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തസ്ലീമൻ മസീദ. സ്വല്ലല്ലാഹു അലൈഹി, അപ്പൊ ഇത് മുഹമ്മദ് നബിന്റെ പേര് കേൾക്കുമ്പോ അല്ലെങ്കിൽ മുഹമ്മദ് നബിക്ക് വേണ്ടി എന്ത് ചെയ്യണം? സ്വലാത്ത് ചെല്ലണം. അതിന്റെ ഫളായിലൊക്കെ നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ കൽപ്പനകളാണ്. അവിടെ ആ കൽപ്പന, ഖുർആന്റെ കൽപ്പന, സത്യവിശ്വാസികളെ അള്ളാഹു എന്ത് ചെയ്യുന്നു? അള്ളാഹും അവന്റെ മലക്കുകളും പിന്നെ നബിക്ക് വേണ്ടി സലാത്ത് ചെല്ലുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? സലാത്തും സലാമും അർപ്പിക്കുക എന്ന ഖുർആന്റെ കൽപ്പന. ആ കൽപ്പന അനുസരിച്ച് സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അപ്പൊ അവിടെ സല്ലു അതുപോലെ തന്നെ തസ്ലീമുണ്ട്. ആ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? സല്ലല്ലാഹു അലൈഹി, സല്ലല്ലാഹ്, അള്ളാഹു സലാത്ത് ചെയ്യട്ടെ. എന്താ നമുക്ക് പറയാ? അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ. ആരുടെ മേൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ. സാധാരണ പിന്നെ നബിക്ക് അള്ളാഹു സലാത്ത്, ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബി, അല്ലെ? അള്ളാഹുവും മലക്കുകളും സലാത്ത്. നമ്മൾ സാധാരണ വിശദീകരിക്കുന്നത് എന്താ? അള്ളാഹിന്റെ സലാത്ത് പറഞ്ഞാല് അവിടെ മലക്കിനെ കുറിച്ച് പറഞ്ഞപ്പോഴും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നമ്മളോട് കൽപ്പിച്ചോ ഒക്കെ എന്താണ്? സല്ലാ യുസല്ലി എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. പക്ഷെ അള്ളാഹുവിനേക്ക് ചേർത്തി പറയുമ്പോഴും മലക്കുകളേക്ക് ചേർത്തി പറയുമ്പോഴും രണ്ടും ഒരർത്ഥത്തിലാണോ? മലക്കൾ എന്താ ചെയ്യുന്നത്? മലക്കുകളുടെ സലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നല്ലാഹ മലായികത്തു യുസല്ലൂന അലൻ നബി. അവിടെ മലക്കുകൾ യുസല്ലൂന എന്ന് പറഞ്ഞാൽ യദ്ഊന എന്നാണ് അർത്ഥം. നബിക്ക് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, നബിക്ക് ഗുണം കിട്ടാൻ വേണ്ടി, ഗുണം കൊടുക്കാൻ വേണ്ടി. അതാണെന്ത്? മലക്കുകളുടെ സലാത്ത്. നമ്മൾ നബിക്ക് വേണ്ടി സലാത്ത് എഴുതനാൽ അതന്നെ നബിക്ക് ഖൈറിന് വേണ്ടി, നന്മക്ക് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുകയാണ്. അതാണ് സലാത്ത് എന്നത്. എന്നാൽ അള്ളാഹിനെ കുറിച്ച് പറയുമ്പോഴോ അള്ളാഹുവും മലക്കുകളും യുസല്ലൂന, മലക്കുകൾ പ്രാർത്ഥിക്കുകയാണ്, നമ്മളും പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു യുസല്ലി എന്നാൽ അള്ള പ്രാർത്ഥിക്കാൻ ചെയ്യാൻ പറ്റും, അള്ളാഹു തന്നെ പ്രാർത്ഥിക്കാം. അപ്പൊ നമ്മളവിടെ എന്ത് പറയും? സാധാരണ നമ്മൾ വിശദീകരിക്കല് അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു
അള്ളാന്റെ സലാത്ത് എന്നാൽ അള്ളാഹു അനുഗ്രഹം നബിക്ക് അനുഗ്രഹം കൊടുക്കലാണ്. നമ്മളും മലക്കുകളോ അനുഗ്രഹത്തിന് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കലാണ്. എന്നാൽ ഇവിടെ ഈ സാലി ഫൗസാന്റെ ഷർഹിൽ കൊടുത്തത് കാണാം. അദ്ദേഹം കൊടുത്തിട്ടുള്ളത് ഇമാം ബുഖാരി എന്റെ ഹദീസിൽ വന്നിട്ടുള്ള ഒരു വാചകമാണ്. എന്താണത്? ഇവിടെ സലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ സലാത്തുല്ലാഹി അലാ റസൂലിഹി സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല എന്നാണ്. അള്ളാഹു നബിക്ക് സലാത്ത് നൽകുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അടുക്കൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറയുക. അതാണ് അള്ളാഹുടെ സലാത്ത്. നമ്മളോട് കിട്ടുന്നുണ്ടോ? നമ്മളോരിലൊക്കെ എന്താ? അനുഗ്രഹം ചെയ്യാനാണ്. അള്ളാഹു അനുഗ്രഹം ചെയ്യുന്നു, നമ്മൾ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത് ബുഖാരിയിലുള്ള അബുൽ ആലിയ എന്ന് പറയുന്ന ആള് പറഞ്ഞതായി ഇമാം ബുഖാരി എന്നെ കൊടുത്തിട്ടുള്ള വാചകമാണ്. അപ്പൊ സലഫുകളുടെ വിശദീകരണം എന്നുള്ളവർക്ക് അത് നമുക്ക് സ്വീകരിക്കാം. സാലിഹ് അലി ഷെയ്ഖും കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു പല പണ്ഡിതന്മാരും കൊടുത്തു കാണാം. എന്താണ്? സലാത്തുല്ലാഹി അലാ റസൂലിഹി, റസൂലിന്റെ മേലുള്ള അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു അലൈഹി, നബിയെ അള്ളാഹു പുകഴ്ത്തി പറയലാണ്. എവിടെ വെച്ചിട്ട്? ഫിൽ മലഇൽ അഅല, മലഉൽ അഅലയിൽ വെച്ച്, മലക്കുകളുടെ അടുക്കൽ വെച്ച്. അപ്പോൾ നബിനെ കുറിച്ച് പ്രശംസിച്ച് പറയുക, പുകഴ്ത്തി പറയുക. അതാണ് അള്ളാന്റെ സലാത്ത് എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ സല്ലല്ലാഹു അലൈഹി, അള്ളാഹു നബിയുടെ മേൽ സലാത്ത് നൽകട്ടെ എന്നാ അള്ളാഹിനെ കുറിച്ച് എന്ത് ചെയ്യട്ടെ? ആ മലഉൽ അഅലയിൽ വെച്ച് നബിയെ കുറിച്ച് അള്ളാഹു പുകഴ്ത്തി പറയട്ടെ. വഅല ആലിഹി, നബിക്ക് മാത്രല്ല, വഅല ആലിഹി, നബിയുടെ ആലിന്റെ മേലിലും അള്ളാഹുവിന്റെ സലാത്ത് ഉണ്ടാകട്ടെ. എന്താ ആല് തന്നാൽ? ആലു ഇമ്രാൻ, ഖുർആനിലെ സൂറത്തല്ല, നമ്മൾ ആലിമ്രാൻ അറിയുന്നത് ആലു ഇമ്രാനാണ്. ഇമ്രാന്റെ കുടുംബം. ആലു ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ കുടുംബം അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ ആളുകൾ. ആലു ഷെയ്ഖു അങ്ങനെ തന്നെയാണ്. ആലു ഷെയ്ഖ്, ഇപ്പൊ ആലു ഷെയ്ഖ് നമ്മൾ വിചാരിച്ച ഒരാളാണ് അല്ലെ? ആലു ഷെയ്ഖ് പറഞ്ഞാൽ മറ്റേ ചങ്ങാരി വസന്തത്തിൽ ആലു ഷെയ്ഖ് എന്നാൽ അതൊരാളായി വിചാരിക്കും. ആലു ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ അഷെയ്ഖാര, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ്, അതാണ് അഷെയ്ഖ്. ആ ഷെയ്ഖിന്റെ മുഹമ്മദ് ബിൻ വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾ, അതാണ് ആലു ഷെയ്ഖ്. അപ്പൊ മുഹമ്മദ് വഹാബിന്റെ കുടുംബമാണ് എന്ത്? ആലു ഷെയ്ഖ്. ഇപ്പൊ സാലിഹ് ആലു ഷെയ്ഖ്, അബ്ദുറഹ്മാൻ ആലു ഷെയ്ഖ്, ഇങ്ങനെ കുറെ, ഇബ്രാഹിം ആലു ഷെയ്ഖ്, അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ്, ഇങ്ങനെ കുറെ പണ്ഡിതന്മാരുണ്ട്, ഒരുപാട് ആളുകൾ. ഇവരൊക്കെ അക്കീദിന്റെ ഗ്രന്ഥത്തിൽ പുസ്തകങ്ങൾ എഴുതി കാണാം, ഒരുപാട് പണ്ഡിതന്മാര്. അപ്പൊ എന്താ? ആ ആലു ഷെയ്ഖ് ആരാ? ഈ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. ഇന്നും സൗദിയിൽ എന്താണ് ഭരണം? സൂദ് കുടുംബത്തിനും പിന്നെ ഈ പണ്ഡിത നേതൃത്വം ആർക്കാ? ആലു ഷെയ്ഖിനാണ്. എന്നാൽ ഷെയ്ഖിന്റെ കുടുംബത്തിൽപ്പെട്ട ആലു ഷെയ്ഖ് ഒരാൾക്കല്ല, മുഹമ്മദ് വഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകൾക്കാണ്. അതിന് വിപരീതമായിട്ട് വന്നതെന്ന് ഇബ്നു ബാസ് മാത്രമാണ്. ഇബ്നു ബാസ് ആലു ഷെയ്ഖ് പെട്ട ആളല്ല, അയാളവിടെ എന്തായി ഗ്രാൻഡ് മുഫ്തിയായിട്ട് വന്നു. ബാക്കിയൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോ പിന്നെ ഇവിടെ ആലു മുഹമ്മദ്, ആലിഹി എന്ന് പറഞ്ഞാൽ ആലു മുഹമ്മദ്. ആലു മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മൻ യന്തബൂന ഇലൈഹി ബിസിലത്തിൻ വസീഖത്തിൻ മിൻ ഖറാബത്തിൻ വനഹ്വിഹ, ഒന്നുകിൽ കുടുംബബന്ധം കൊണ്ടോ അല്ലെങ്കിൽ കുടുംബബന്ധം പോലുള്ള മറ്റെന്തെങ്കിലും ബന്ധങ്ങൾ കൊണ്ടോ, അങ്ങനെയുള്ള സുദൃഢമായ ബന്ധം കൊണ്ട് ആളിലേക്ക് ആരൊക്കെ ചേരുന്നുവോ അവരൊക്കെ അയാളുടെ ആലാൻ. എന്നാൽ ഒന്ന് ഖറാബത്ത് കൊണ്ടാകാം, കുടുംബബന്ധം കൊണ്ടാകാം. ഇനി കുടുംബബന്ധം തന്നെ ആയിക്കൊള്ളുന്നില്ല, അതാണ് വനഹ്വിഹ എന്ന് പറഞ്ഞത്. അതുപോലുള്ളതും അബന്ധുവാവാം, ആദർശബന്ധുവാവാം. അപ്പൊ ഈ ആല് എന്നുള്ളത് ഒരു ആമായ പ്രയോഗമാണ്. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് കുടുംബബന്ധം കൊണ്ടോ ആദർശബന്ധം കൊണ്ടോ ചേരുന്ന ആളുകൾ, അതിൽ ആര് പെടൂല? നബിയുടെ കുടുംബത്തിൽപ്പെട്ട കാഫിര്യങ്ങളായ ആൾക്കാർ പെടൂല. ഇല്ലേ? ഓൽക്ക് വേണ്ടി നമ്മൾ സ്വലാത്തിന് പ്രാർത്ഥിക്കോ? ഇല്ല. എന്നാൽ ആര് പെടും? ലോകാവസാനം വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗം സ്വീകരിക്കുന്ന അത്ബാഅ്, നബിയെ പിൻപറ്റുന്ന നബിയുടെ അനുയായികൾ ഒക്കെ ആരാണ്? അപ്പൊ വഅല ആലിഹി എന്ന് പറഞ്ഞാൽ നബിയെ പിൻപറ്റുന്ന
പിൻപറ്റിയ നബിയെ കുടുംബക്കാരും നബിയെ പിൻപറ്റുന്ന ആദർശ ബന്ധുക്കളും അവർക്കൊക്കെ എന്തുണ്ടാകട്ടെ? അള്ളാഹുവിന്റെ സലാത്തുണ്ടാകട്ടെ. വസല്ലമ തസ്ലീമൻ മസീദ. ഇനി അവിടെ ആല് പറഞ്ഞു. ആലിന്റെ പുറമെ ചിലപ്പോൾ നമ്മൾ സലാത്ത് പറയുമ്പോൾ വാല ആലിഹി വസഹ്ബിഹി എന്ന് കാണാം, അല്ലെ? വാല ആലിഹി വസഹ്ബിഹി. എന്താ ആലും സഹബും തമ്മിൽ വ്യത്യാസം? നേരത്തെ പറഞ്ഞു ആല് എന്ന് പറയുന്നത് ആമായ പ്രയോഗമാണ്, എല്ലാവരെയും നബിയെ പിൻപറ്റിയ എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. സഹബ് എന്ന് പറഞ്ഞാൽ സാഹിബ്, അതിന്റെ ബഹുവചനാണെന്ത്? സഹബ്. സഹാബി അല്ലെങ്കിൽ സഹാബി, അതിന്റെ ബഹുവചനാണെന്ത്? സഹാബത്ത്. രണ്ടും അർത്ഥം തന്നെ. സഹാബി അതിന്റെ ബഹുവചനം സഹാബത്ത്. സാഹിബ് അതിന്റെ ബഹുവചനം സഹബ് അല്ലെങ്കിൽ അസ്ഹാബ്. വാല അസ്ഹാബിഹി അല്ലെങ്കിൽ വാല സഹബിഹി വാല സഹാബത്തിഹി ഒക്കെ തന്നെ. മുഫ്രദ് വ്യത്യാസം ഉണ്ടെന്നല്ലോ, ഒക്കെ ഒരർത്ഥം. ആരാണ് സഹാബി എന്ന് പറഞ്ഞാൽ? ആർക്കാ സഹാബി അറിയാം? സാഹിബ എന്ന് പറഞ്ഞാൽ സഹവസിക്കുക എന്നാണ്. അപ്പൊ സാഹിബ് സഹവസിച്ചവൻ, നബിയുടെ കൂടെ സഹവസിച്ചവർ, ഓനാണ് സാഹിബി എന്നറിയാം. അങ്ങനത്തെ ആളുകൾക്ക് സാഹിബി എന്നറിയാം. എന്ന് പറഞ്ഞാൽ നബിന്റെ കാലഘട്ടം ജീവിച്ച എല്ലാ ആളുകളും സാഹിബികളാണോ? പല നിർവചനങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അതിൽ ശരിയായ അഭിപ്രായം എന്താണ്? നബിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചത് കൊണ്ടോ നബിയെ കണ്ടത് കൊണ്ടോ ഒരുത്തൻ സാഹിബിയാവില്ല. ഇനി ഒരാൾ റഅ എന്ന് പറഞ്ഞത് പോലും ശരിയല്ല. ലഖിയ എന്ന് ഉപയോഗിച്ചത് കാണാം ഇബ്നു ഹജറിനെ പോലെ ആളുകൾ. എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ കണ്ണില്ലാത്തൊരുത്തൻ ഓ നബിയെ കാണുന്നുണ്ടോ? ഇല്ല. നേരെ മറിച്ച് നബിയെ ലിഖാ അഭിമുഖീകരിച്ചു. കണ്ണാണത്തൻ അഭിമുഖീകരിക്കാലോ. നബിന്റെ അടുത്ത് പോയി, നബിയിൽ നിന്ന് കേട്ടു, പഠിച്ചു, ഓ മുസ്ലിമായി ജീവിച്ച് മരിച്ചുപോയി. കണ്ണില്ലാത്ത ആളാണ്. അയാൾ നബിയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മൻ റഅ എന്നല്ല, മൻ ലഖിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിമുഖീകരിക്കുകയും എന്നാ കണ്ടോളന്നില്ല. നബിന്റെ അടുത്ത് ചെന്നു, അല്ലെങ്കിൽ നബിനെ കുറിച്ച് കേട്ടു, നബിന്റെ അടുത്ത് ചെന്നിട്ട് മുഅ്മിനൻ ബിഹി, എങ്ങനെ? നബിയിൽ വിശ്വസിച്ചുകൊണ്ട്, വ മാത അലാ ദാലിക, അങ്ങനെ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഒരുത്തൻ നബിനടുത്ത് പോയി കണ്ടു, അല്ലെ നബിയെ അഭിമുഖീകരിച്ചു, ലിഖാ നടത്തി, എന്നിട്ട് മുസ്ലിമായി, പിന്നോ കാഫറായി മരിച്ചുപോയാലോ? ഓനാരല്ല, സഹാബിയല്ല. അപ്പൊ നബിയുടെ അടുക്കൽ എത്തുന്നു, നബിയിൽ നിന്ന് മനസ്സിലാക്കുന്നു, മുസ്ലിമാകുന്നു. ആ ഇസ്ലാമോട് കൂടി ഒരാൾ മരിച്ചു പോകുന്നു. അങ്ങനെ ആരൊക്കെ മരിച്ചുപോയോ, അത് എത്ര ചെറുപ്പക്കാരനാണെങ്കിലും, എത്ര പ്രായം ചെന്നവനാണെങ്കിലും, എത്ര ചുരുങ്ങിയ സമയമാണെങ്കിലും, എത്ര നീണ്ട സമയമാണെങ്കിലും, അവനൊക്കെ ആരാണ്? സഹാബിയാണ്. അപ്പൊ മക്കം ഫതഹിന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആ മക്കം ഫതഹിൽ നബിയെ കണ്ട, അതുപോലെ തന്നെ ഹജ്ജത്തുൽ വദാഇൽ, നബിന്റെ അവസാനത്തെ ഹജ്ജിൽ, ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ചെറിയ കുട്ടികളുണ്ട്. പിന്നീട് ദീർഘകാലം ജീവിച്ച ആളുകൾ, ആ ആളുകൾ വരെ എന്തായിട്ടാണ് സഹാബികളായിട്ടാ. കാരണം എന്താ? നബിയെ കണ്ടു, വിശ്വാസികളായി. അപ്പോ അവർക്കൊക്കെ പറയുന്നവരാണെന്ത്? സഹാബി. ഈ സഹാബിയും എന്തിൽ പെടും? നേരത്തെ പറഞ്ഞ ആലിപ്പെടും. എന്നാൽ നമ്മൾ ആരല്ല? ആലാണ് നമ്മൾ. എന്തല്ല? സഹാബിയല്ല. നബിയുടെ കൂടെ ജീവിച്ച ആളുകൾ വിശ്വാസികളായി, വിശ്വസിച്ച് നബിയുടെ കൂടെ ജീവിച്ച് മരിച്ചുപോയ ആളുകൾ ആലുമാണ്, സഹാബത്തുമാണ്, അല്ലെങ്കിൽ സഹാബിയുമാണ്. മനസ്സിലായില്ലേ? അപ്പൊ വാല ആലിഹി വസഹബിഹി എന്ന് പറഞ്ഞത് ആലിന്റെ മേലും നബിന്റെ കൂടെ ജീവിച്ച ആളുകൾക്കും അള്ളാഹുവിന്റെ സ്വലാത്തുണ്ടാകട്ടെ. ഇനി വസല്ലമ, ഇവിടെ സഹാബ് കൊടുത്തിട്ടില്ല, വിശദീകരിച്ചാണ്. വസല്ലമ തസ്ലീമൻ മസീദ. വസല്ലമ തസ്ലീമൻ, സല്ലമ യുസല്ലിമു തസ്ലീം, അല്ലെങ്കിൽ സലാം. സല്ലമ യുസല്ലിമു തസ്ലീമൻ, സലാമൻ, സല്ലമ സലാമൻ, കല്ലമ കലാമൻ എന്ന് പറയും. എന്താ സലാം എന്ന് പറഞ്ഞാൽ? സല്ലമ എന്ന് പറഞ്ഞാൽ അവരെന്താ? സലാം പറയുക. പിന്നെന്താണ്? ന്യൂനതയിൽ നിന്ന് മുക്തമ. സലീം എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷപ്പെട്ടത്, അന്യൂനമായത് എന്നാണ് സലീം എന്ന് പറഞ്ഞാൽ. അപ്പൊ എല്ലാതരം ന്യൂനതകളിലും തകരാറുകളിൽ നിന്നും എന്ത് ചെയ്യുക? രക്ഷപ്പെടുത്തുക, അല്ലെങ്കിൽ ന്യൂനതകളിൽ നിന്ന് മുക്തമാക്കുക. ഈ രണ്ടർത്ഥത്തിലും സല്ലമ എന്നുള്ള വാക്ക് ഉപയോഗിക്കാം. ചിലപ്പോ കൂട്ടത്ത് പറയാ സലീം എന്ന ആൾക്കാർ പേരിടലുണ്ട്, അല്ലെ? അബ്ദുസലീം പേരില്ലേ? അബ്ദു സലീം. സലീം എന്നുള്ള, സലീം എന്ന് അള്ളാഹുവിന് ഒരു പേരില്ല. അപ്പൊ എന്താ? ഈ അബ്ദുസലീം എന്ന് പേരിടാൻ പറ്റില്ല. പിന്നെ സലീം തന്നെ വേറെ അർത്ഥമുണ്ട്, പാമ്പേടി ഏറ്റവൻ. അപ്പൊ എന്താ? അബ്ദുസലീം എന്താണ്? പാമ്പേടി ഏറ്റവന്റെ
അടിമ. ഇനി വെറും സലീമാണെങ്കിൽ പാമ്പൊടിയേറ്റ ആള്. ശരി, പോട്ടെ. അപ്പോ വസല്ലമ തസ്ലീമം മസീദ. അപ്പൊ ശരിക്ക് ആദ്യം പറഞ്ഞ സല്ലമ സലാമ എന്നാൽ അവിടെ എന്താ നമ്മൾ സലാം പറയാന്നാൽ ഒരു അഭിവാദ്യൻ, തഹിയത്തൻ. രണ്ടാമത്തത് അസ്സലാമത്തു മിനൻ നഖായിസ്, എല്ലാ ന്യൂനതകളിൽ നിന്നുമുള്ള രക്ഷ. ഇത് രണ്ടിനും എന്ത് പറയും? തസ്ലീം, സല്ലമ തസ്ലീമൻ എന്ന് പറയും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്താണ്? തഹിയത്ത് ഉണ്ടാകട്ടെ, അതുപോലെ തന്നെ എല്ലാ ന്യൂനതകളിൽ നിന്നുമുള്ള ഒരു മനുഷ്യർക്ക് ഉണ്ടാകേണ്ടുന്ന രക്ഷ. അള്ളാന്റെ പൂർണ്ണതയിലേക്ക് എത്തുവോ? ഇല്ല. എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷപ്പെട്ട് പൂർണ്ണതയിലേക്ക് എത്തുക ആർക്ക് മാത്രമേ ഉള്ളൂ? അള്ളാഹ് മാത്രമേ ഉള്ളൂ. എന്നാൽ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ന്യൂനതകളിൽ നിന്ന് പൂർണ്ണത ആർക്കേ ഉള്ളൂ? ലഭിക്കാൻ. വസല്ലമ തസ്ലീമൻ മസീദൻ. തസ്ലീം എന്നുള്ളത് അതിന്റെ മസ്ദർ, സല്ലമ യുസല്ലിമു തസ്ലീം. വ തസ്ലീമൻ മസീദൻ. മസീദ് ഉള്ളത് സാദ യസീദു, അതിന്റെ സായിദ് എന്നുള്ളത് പിന്നെ ഇസ്മു ഫായില്, മസീദ് ഉള്ളത് ഇസ്മു മഫ്ഊലിന്റെ അർത്ഥത്തിലുള്ളതാണ്. അപ്പോ തസ്ലീമൻ മസീദ, മസീദ് എന്നാൽ അധികമായി, തസ്ലീമൻ മസീദൻ വർദ്ധിച്ച ഒരു സലാമത്ത്, വർദ്ധിച്ച ഒരു സലാം എന്നാൽ കൂടിയ സലാമത്തും സലാമുമൊക്കെ തഹിയ്യത്തുമൊക്കെ നബിക്ക് അള്ളാഹു നൽകുമാറാകട്ടെ. അതാണ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ തസ്ലീമ മസീദ. അപ്പൊ സലാത്തും ഉണ്ടാകട്ടെ, സലാമും ഉണ്ടാകട്ടെ. അപ്പൊ ഹംദും സലാത്തും കഴിഞ്ഞു. കുറച്ച് വൈകിനോ? മതിയോ? മതികൾ നിർത്താം. ബാക്കി ഇപ്പൊ വിഷയത്തേക്ക് എത്തിയില്ല. വിഷയം തുടങ്ങണേ ഉള്ളൂ. അതിലെന്താ നിങ്ങളതിലെന്താ തുടങ്ങണേ? അമ്മാ പാഴുതൊട്ടല്ലേ? അപ്പൊ